നമസ്കാരം. എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും കേരളത്തിലെ ഏറ്റവും വലിയ ജനകീയ വാർത്താ മണിക്കൂറിലേക്ക് സ്വാഗതം. നമ്മൾ ആരംഭിക്കുകയാണ് പൊതുജനം കഴുതയല്ല സാർ. പൊതുജനം കഴുതയല്ല സാർ. പ്രേക്ഷകർക്ക് ജനകീയ വിഷയങ്ങൾ ഞങ്ങളുടെ ശ്രദ്ധയിൽ കൊണ്ടുവരാം. നാട്ടിലെ ജനകീയ വിഷയങ്ങൾ അറിയിക്കാം. ഇനി പറയുന്ന ഫോൺ നമ്പറിൽ നേരിട്ട് വിളിച്ച് ആ വിഷയങ്ങൾ ശ്രദ്ധയിൽ കൊണ്ടുവരാം. 0484-2830-510. ഈ നമ്പറിൽ നേരിട്ട് വിളിച്ച് നാട്ടിലെ ജനകീയ വിഷയങ്ങൾ അറിയിക്കാം. വാർത്തകൾ, ദൃശ്യങ്ങളൊക്കെ വാട്സാപ്പ് വഴി അയച്ചു നൽകാം. 6235968937 ഈ വാട്സാപ്പ് നമ്പറിലൂടെ ദൃശ്യങ്ങൾ ഞങ്ങൾക്ക് അയക്കാം. സംസ്ഥാനത്ത് കാട്ടാന ആക്രമണത്തിൽ ഒരു ജീവൻ കൂടി പൊലിഞ്ഞ ദിവസമാണ്. നമ്മൾ ആ റിപ്പോർട്ടിലേക്കാണ് ആദ്യം പോകുന്നത്. ഒട്ടേറെ ആളുകളുടെ ജീവിതത്തെ ബാധിക്കുന്ന വിഷയമാണ് ഈ വന്യമൃഗങ്ങളുടെ നിരന്തരമായ ശല്യം എന്നത്. കാട്ടാനയുടെ ആക്രമണത്തിൽ ഒരു ജീവൻ കൂടി പൊലിഞ്ഞിരിക്കുന്നു സംസ്ഥാനത്ത്. കരുളായി ഉൾവനത്തിൽ താമസിക്കുന്ന ചോരനായ്ക്കർ വിഭാഗത്തിൽപ്പെട്ട 37-കാരൻ മണിയാണ് കൊല്ലപ്പെട്ടത്. കരുളായിൽ നിന്ന് പൂച്ചപ്പാറ നഗറിലുള്ള വീട്ടിലേക്ക് പോകും വഴിയാണ് മണിയെ കാട്ടാന ആക്രമിച്ചത്. ശേഷം കടുത്ത പ്രതിഷേധമാണ് നിലമ്പൂരിൽ ഉണ്ടായത്. DFO ഓഫീസ് PV അൻവറിന്റെ DMK പ്രവർത്തകർ അടിച്ച് തകർത്തു. വന്യമൃഗങ്ങൾ മനുഷ്യജീവൻ കവരുന്നതിന് അറുതി വേണ്ടേ എന്നതാണ് ഉയരുന്ന ചോദ്യം. കണ്ണിക്കൈ എന്ന പ്രദേശത്ത് ജീപ്പിറങ്ങി മണിയും മക്കളും 1.5 കിലോമീറ്റർ നടന്നു. അവിടെയാണ് അപകടം പതിയിരുന്നത്. 5 വയസ്സുള്ള കുഞ്ഞ് മണിയുടെ കയ്യിലുണ്ടായിരുന്നു. മറ്റു മക്കൾ പുറകിലും. കാട്ടാന തുമ്പിക്കൈ കൊണ്ടടിക്കുകയായിരുന്നു. കയ്യിലുണ്ടായിരുന്ന മകൻ തെറിച്ചുപോയി. അങ്ങനെയാണ് രക്ഷപ്പെട്ടത്. ചോരവാർന്ന് മണി മണിക്കൂറുകളോളം കിടന്നു. പുറം ലോകത്തെ അറിയിക്കാൻ ഒരു സംവിധാനവുമില്ല. മൊബൈലുള്ളവർക്ക് റേഞ്ചില്ല. 2 മണിക്കൂറിന് ശേഷമാണ് സഹോദരൻ വിവരമറിഞ്ഞ് ഈ പ്രദേശത്തേക്ക് നടന്നെത്തുന്നത്. അവിടെ നിന്ന് 1.5 കിലോമീറ്റർ ചുമന്ന് വാഹനമുള്ള കണ്ണിക്കൈയിലെത്തിച്ചു. ജീപ്പിൽ നെടുങ്കയത്തേക്ക്. അവിടെ നിന്ന് ആംബുലൻസിൽ വനപാലകർക്കൊപ്പം ജില്ലാ ആശുപത്രിയിൽ എത്തിച്ചപ്പോഴേക്കും മരിച്ചു. നിലമ്പൂർ ആശുപത്രിയിൽ എത്താനെടുത്ത സമയം 4 മണിക്കൂറിലേറെ. ഇവിടെ ടൗണിൽ ഇറങ്ങിയിട്ട് തിരിച്ച് കാട്ടിക്കയറായിരുന്നു. കുട്ടികൾ ഹോസ്പിറ്റലിലൊക്കെ ഹോസ്പിറ്റലിൽ കാണിക്കാൻ വേണ്ടിയിട്ട് എല്ലാ കുട്ടികളും കൂട്ടിക്കൊണ്ടായിരുന്നു. 2-3 കുട്ടികളുണ്ടായിരുന്നു, ചെറിയ ചെറിയ കുട്ടികൾ. അതുകൊണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ഓടാനും ആസ്പത്രി കാണിക്കാൻ വന്നതാണ്. ഒരു 6:45 കൂടിയിട്ടാണ് അവിടെ നമ്മൾ ആക്രമിക്കപ്പെടുന്നത്. കണ്ണിക്കൈ പറയുന്ന സ്ഥലത്ത് അടുത്താണ്. അപ്പോൾ അവിടെ വെച്ചിട്ടായിരുന്നു ആക്രമിക്കപ്പെടുന്നത്. അതിനുശേഷം നമ്മൾ എത്തുമ്പോൾ തന്നെ ഒരുപാട് സമയം വൈകിട്ടുണ്ടായിരുന്നു. അവിടെ 6:45 പോയിട്ട് നമുക്ക് ഇവിടെ എത്തിയത് 11:30 ആയി. അപ്പോൾ അത്രയും ഗ്യാപ്പ് വന്നിട്ടുണ്ടായിരുന്നു, കമ്മ്യൂണിക്കേഷൻ ഗ്യാപ്പൊക്കെ. തലക്ക് ആണ് പരിക്ക് എന്നാണ് മനസ്സിലാക്കാൻ പറ്റിയിട്ടുള്ളത്. കൊടും വനത്തിൽ വെച്ച് ആദിവാസി യുവാവിനെ കാട്ടാന ആക്രമിക്കുന്നു. വനത്തിൽ വെച്ചല്ലേ കാട്ടാന ആക്രമിച്ചത് എന്നൊക്കെ ഒരു പക്ഷേ തോന്നാം. ഇവർ താമസിക്കുന്നത് ഉൾവനത്തിലാണെങ്കിലും അവിടേക്ക് വളരെ കൃത്യമായ വഴിയുണ്ട്. ആ വഴി കാടുമൂടി കിടന്നാൽ മൃഗങ്ങൾ തൊട്ടടുത്തെത്തുന്നതുവരെ കാണാൻ കഴിയില്ല. അങ്ങനെ വനം വകുപ്പ് അടിക്കാട് വെട്ടിയിട്ടില്ല എന്നുള്ളതാണ് ഒരു ആരോപണം. മറ്റൊന്ന്, വഴി സൗകര്യമില്ല എന്നതു തന്നെ. ആശുപത്രിയിൽ എത്തിക്കുന്നതിൽ സമയം വൈകിയെന്നടക്കമുള്ള ഗുരുതര ആരോപണങ്ങൾ ഉന്നയിച്ചാണ് PV അൻവറിന്റെ നേതൃത്വത്തിൽ DFO ഓഫീസ് ഉപരോധിച്ചത്. പ്രവർത്തകർ അക്രമാസക്തരായി. നിലമ്പൂർ നോർത്ത് DFO ഓഫീസ് അടിച്ചു തകർത്തു. ഒരു മനുഷ്യജീവൻ ഇവിടെ ഈ കോലത്തിൽ ഒരു ആന ചവിട്ടി അരച്ചിട്ട് ഈ നിമിഷം വരെ ഒരു നിലപാട്, ഒരു ഇടപെടൽ ഒരു സർക്കാർ നടത്തിയിട്ടില്ലെങ്കിൽ ഈ അങ്ങാടിയിലൂടെ തെണ്ടി നടക്കുന്ന പട്ടികളുടെ വില ഈ മലയോര മേഖലയിൽ ജീവിക്കുന്ന മനുഷ്യർക്ക് ഈ സർക്കാർ കണക്കാക്കുന്നില്ല എന്നതിന്റെ ഏറ്റവും വലിയ തെളിവാണ്. ഈ അക്രമത്തിൽ 3 പേരെ പോലീസ് അറസ്റ്റ് ചെയ്തു. മൃതദേഹം എത്തിച്ച നിലമ്പൂർ ജില്ലാ ആശുപത്രിയിലേക്കും മാർച്ച് നടന്നു. കുടുംബത്തിന് വേണ്ടതെല്ലാം ചെയ്യുമെന്ന് വനം മന്ത്രിയുടെ സ്ഥിരം പ്രതികരണം. കൊല്ലപ്പെട്ടത് ആദിവാസി യുവാവായതുകൊണ്ട് തന്നെ സർക്കാരിന് അദ്ദേഹത്തിനെ സഹായിക്കാൻ കഴിയും. അതിനനുസരിച്ചുള്ള സാമ്പത്തിക സഹായങ്ങൾ ഉൾപ്പെടെയുള്ള സഹായങ്ങൾ നൽകാനുള്ള നിർദ്ദേശങ്ങൾ ഇതിനൊന്ന് തന്നെ നൽകി കഴിഞ്ഞിട്ടുണ്ട്. സ്ഥലം MP പ്രിയങ്ക ഗാന്ധി നിലമ്പൂർ സൗത്ത് DFOയെ ഫോണിൽ വിളിച്ചു. കുടുംബത്തിന് വേണ്ട സഹായം ചെയ്യണമെന്നാവശ്യപ്പെട്ടു. വനം വകുപ്പിനെതിരെ വരുന്ന ആരോപണങ്ങളിൽ നിലമ്പൂർ സൗത്ത് DFOയുടെ മറുപടി ഇങ്ങനെ:
ഏറ്റവും ഇൻറ്റീരിയർ ഫോറസ്റ്റ് ആയിട്ടുള്ള ഒരു ഏരിയയാണ് അത്. ഇപ്പോൾ പ്രത്യേകിച്ച് നടപ്പാതകളോ വഴികളോ ഒന്നും ഇല്ലാത്ത ഒരു ഇതാണ്. സാധാരണഗതിയിൽ അവർ പോകുന്ന വഴി കൂടെ ഒന്നുമല്ല ഇവർ പോയിരിക്കുന്നത്. അപ്പോൾ വളരെ ഉൾക്കാട്ടിലാണ് വരുന്നത്. അത് പ്രത്യേകിച്ച് ഇങ്ങനെ പാതയായിട്ടോ അടിപ്പാതയായിട്ടോ ഒന്നും ഇല്ലാത്തൊരു സ്ഥലം കൂടിയാണ് അത്. ഇല്ല, അവിടെ അടിക്കാടുകൾ വെട്ടിയിട്ടില്ല എന്നുള്ളത് വാസ്തവവിരുദ്ധമാണ്. അവനങ്ങനെ അടിക്കാടുകളായിട്ട് വെട്ടുന്നൊരു സ്ഥലമല്ല. അവർ വളരെ ഇതായിട്ട് കാലങ്ങളായിട്ട് അവരുടെ പരമ്പരാഗതമായി അവർ പോകുന്നൊരു വഴികളാണത്. കേരളത്തിൽ ഏറ്റവും സംരക്ഷിക്കപ്പെടേണ്ട പ്രാക്തന ഗോത്രവർഗമാണ് ചോലനായ്ക്കർ. വനത്തിനുള്ളിൽ താമസിക്കുന്നവർ, അവരുടേതായ ആചാരങ്ങളുമായി പൊതുസമൂഹവുമായി ബന്ധം കാത്തുവയ്ക്കാത്തവർ. ചാലിയാറിന്റെ കരയിൽ ചോലനായ്ക്കർക്ക് സുഖമായിരുന്നു. കാടവരെയും അവർ കാടിനെയും അറിഞ്ഞിരുന്നു. മണി ഇങ്ങനെ ഓർമ്മയാകുമ്പോൾ ആ കണക്കുകൂട്ടൽ കൂടിയാണ് തെറ്റുന്നത്. വന്യമൃഗങ്ങൾ ആക്രമിച്ച സ്ഥലത്ത് തന്നെ സംസ്കാരം ചെയ്യുക എന്നുള്ളതാണ് ഇവരുടെ ആചാരം. അതുപ്രകാരം കാട്ടാന കവർന്ന മണിയുടെ സംസ്കാരം ആ സ്ഥലത്ത് തന്നെ നടന്നു. കാടിന്റെ ഉള്ളിൽ തന്നെയാണ് അവർ കഴിയുന്നത്. അവരുടെ ജീവിത രീതിയെ ബാധിക്കാത്ത വിധം സൗകര്യങ്ങൾ ഒരുക്കി നൽകുക എന്നുള്ളതാണ് ഭരണാധികാരികൾക്ക് ചെയ്യാനുള്ളത്. അപകടം സംഭവിച്ചാൽ ആശുപത്രിയിൽ എത്രയും വേഗം എത്തിക്കാനുള്ള സംവിധാനമെങ്കിലും ഉണ്ടാകണം. അതിനുള്ള ഉത്തരവാദിത്തമുണ്ട്. ഇനി അങ്ങനെ സംവിധാനമില്ലെങ്കിൽ അത് ഒരുക്കുകയാണ് വേണ്ടത്. കാടിനുള്ളിൽ എന്ന് പറഞ്ഞ് കൈ കഴുകരുത്. അർഷക്കിനൊപ്പം വിപിൻ സി വിജയൻ, 24 മലപ്പുറം. പൊതുജനം കഴുതയല്ല സാർ. അവർ തലമുറകളായി കാടിനുള്ളിൽ അധിവസിക്കുന്നവരാണ് എന്നൊക്കെ വനംവകുപ്പ് എന്ത് ന്യായം പറഞ്ഞാലും നഷ്ടമായതൊരു ജീവനാണ്. അത് മറക്കാൻ പാടില്ല. നമ്മളിനി വയനാട്ടിലേക്ക് പോകുന്നു. കൽപ്പറ്റ നഗരസഭയിലെ പെരുന്തട്ടയിൽ വന്യമൃഗശല്യം തുടർക്കഥയാണ്. ഒരാഴ്ചക്കുള്ളിൽ 2 വളർത്തുമൃഗങ്ങളെ കടുവ ഇവിടെ കൊന്നു. ആദ്യം പുലിയെന്ന് വനംവകുപ്പ് പറഞ്ഞു. പക്ഷേ മൂരിക്കിടാവിനെ കൊന്നതോടെ കടുവയെന്ന ബോധ്യത്തിലേക്ക് പിന്നീട് വനംവകുപ്പ് എത്തി. കടുവയ്ക്കായി ഇപ്പോൾ കൂട് സ്ഥാപിച്ചിരിക്കുകയാണ് വനംവകുപ്പ്. പെരുന്തട്ടയും പരിസര പ്രദേശങ്ങളും വന്യമൃഗപ്പേടിയുടെ ഇടമായി മാറിയിട്ട് നാളുകൾ ഏറെയായി. കഴിഞ്ഞ 3 മാസത്തിനിടെ 5 വളർത്തുമൃഗങ്ങളെയാണ് വന്യമൃഗങ്ങൾ ആക്രമിച്ചു കൊന്നത്. ദിവസങ്ങളുടെ മാത്രം ഇടവേളയിൽ ഒരു പശുവിനെയും മൂരിക്കിടാവിനെയും കടുവ ആക്രമിച്ചു കൊന്നു. പെരുന്തട്ട കോഫി ബോർഡ് എസ്റ്റേറ്റിനകത്താണ് കടുവ കഴിഞ്ഞ ദിവസം മൂരിക്കിടാവിനെ കടിച്ചു കൊന്നത്. വലിച്ചിഴച്ചു കൊണ്ടുപോയ ശേഷം പാതി തിന്ന നിലയിലായിരുന്നു. വനംവകുപ്പ് സ്ഥാപിച്ച നിരീക്ഷണ ക്യാമറയിൽ കടുവയ്ക്ക് സമാനമായ ചിത്രം കുടുങ്ങി. ഇതോടെയാണ് കൂട് വെച്ചത്. കടുവ കൊന്നത് സുബ്രഹ്മണ്യൻ എന്ന പ്രദേശവാസിയുടെ മൂരിക്കിടാവിനെയാണ്. കടുവയ്ക്ക് പുറമെ പുലിയും ആനയും എല്ലാം ഇവിടെ വിലസുന്നുണ്ട്. പുലിനെ കൊണ്ട് ജീവിക്കാൻ പറ്റൂല, അതാണ് ഇപ്പോഴത്തെ അവസ്ഥ. പുലി എല്ലാ മൃഗങ്ങളും ഉണ്ട്, പുലിയായിട്ടല്ല. ആന, കടുവ എല്ലാം ഉണ്ട്. നേരത്തെ പുളിയാർക്കുന്നിൽ സതീഷ് എന്നയാളുടെ പശുവിനെ കടുവ ആക്രമിച്ചിരുന്നു. ഇവിടെ സ്ഥാപിച്ച കൂടാണ് മാറ്റി സ്ഥാപിച്ചിരിക്കുന്നത്. 4 ദിവസം മുന്നെയാണ് കടുവ ഒരു പശുവിനെ പിടിച്ച് 12 കിലോ 16 കിലോ പോലും തിന്നുപോയി. പിന്നെ 2 ദിവസം കഴിഞ്ഞപ്പോൾ ഒരു പശുക്കുട്ടിയും കൂടെ കോഫി ബോർഡ് വെച്ചിട്ടാണ് പിടിച്ചിട്ടുള്ളത്. പിന്നെ കൂട് വെച്ചിട്ടുണ്ട്, 2 ഭാഗത്തും കൂട് വെച്ചിട്ടുണ്ട്. ഇവിടെ കൂട് വെച്ചിട്ട് 2 മാസമായി. ആടിനും കെട്ടുന്നുണ്ട്, പക്ഷെ കൂട്ടിൽ പുലി കയറുന്നില്ല, കടുവയും കയറുന്നില്ല. ഇതിനടുത്തുള്ള ചുണ്ടേലിൽ കടുവയും 3 കുട്ടികളും പശുവിനെ ആക്രമിച്ചു കൊന്നത് ആഴ്ചകൾക്ക് മുമ്പാണ്. ഇവയെ പിടികൂടാൻ വനംവകുപ്പ് കൂറ്റൻ കൂട് സ്ഥാപിച്ചെങ്കിലും കടുവകൾ കുടുങ്ങിയില്ല. ഇതിൽ ഏതെങ്കിലും ഒരു കടുവയാകാം ഇപ്പോൾ പെരുന്തട്ട എസ്റ്റേറ്റിനെയും പരിസരത്തെയും വിറപ്പിക്കുന്നതെന്ന സംശയവുമുണ്ട്. എസ്റ്റേറ്റ് പ്രവർത്തനക്ഷമം അല്ലാത്തതിനാൽ കന്നുകാലി വളർത്തൽ ഉൾപ്പെടെയാണ് ഇവിടുത്തുകാരുടെ പ്രധാന ജീവനോപാധി. അതിനു നേർക്കാണ് വന്യമൃഗങ്ങളുടെ ആക്രമണം തുടർച്ചയാകുന്നത്. ആശങ്കയുണ്ട്, ഭീതിയുണ്ട് നാട്ടുകാർക്ക്. മനു ദാമോദരനൊപ്പം സുർജിത് അയ്യപ്പത്ത്, 24 വയനാട്. പൊതുജനം കഴുതയല്ല സാർ. അവിടെ പെരുന്തട്ട നിവാസികളുടെ നിരന്തര ആവശ്യത്തിന് വഴങ്ങി ഇപ്പോൾ വനംവകുപ്പ് കൂട് സ്ഥാപിച്ചിട്ടുണ്ട്. അത് ആശ്വാസകരമാണ്. പക്ഷേ കടുവ കൂട്ടിലാകേണ്ടിയിരിക്കുന്നു. പൊതുജനങ്ങളുടെ പ്രതികരണങ്ങളിലേക്ക്. രാത്രികാലങ്ങളിൽ സഞ്ചരിക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. കാരണം പിന്നെ ദൂരെ ജോലിക്ക് പോകുന്ന ആൾക്കാരൊക്കെ ഉണ്ട്. അവർക്ക് തിരിച്ചു വരുമ്പോൾ പിന്നെ ഭയങ്കര ബുദ്ധിമുട്ടാണ്. ഇതിപ്പോൾ എവിടുന്നോ ചാടുന്നതെന്ന് പറയാൻ പറ്റില്ലല്ലോ. പിന്നെ പകല് തന്നെ പേടിയാണ് പോകാൻ. കാരണം രാവിലെ ഇപ്പം നല്ല മഞ്ഞുള്ള സമയമാണല്ലോ. അപ്പോൾ അതുകൊണ്ട് ഞാനൊക്കെ ഒറ്റയ്ക്കാണ് ജോലിക്ക് പോകുന്നത്. അപ്പോൾ പോകുമ്പം പിന്നെ പേടിയാവും. അപ്പോൾ എന്തെങ്കിലും ഒരു പോകുമ്പോഴേ ഇനി കണ്ടെത്തുക എന്നുള്ളതാണ് ഇപ്പോൾ ഇവിടെയുള്ള ഈ ജനങ്ങളുടെ എല്ലാവരുടെയും ആവശ്യം. ജീവിക്കാൻ പേടി എന്ന് പറഞ്ഞാൽ പേടി തന്നെയാണ്. അവരിപ്പോൾ എന്ന് പറഞ്ഞാൽ എൻ്റെയൊക്കെ അഭിപ്രായത്തിൽ ഇത് അവർ കുറഞ്ഞ് വിട്ടതായിരിക്കണം. അല്ലെങ്കിൽ ഈ കൂട്ടിൽ കയറണ്ടേ. കൂടിൻ്റെ അടുത്ത് കൂടെ പോയ പുലി കൂട്ടിൽ കയറുന്നില്ല. അപ്പോൾ പുലി ഇവരെ കുറഞ്ഞ് വിട്ടതാകുമ്പോഴല്ലേ ഈ കൂട്ടിൽ കയറാൻ പേടിക്കുക. അതാണ് ഇപ്പോൾ അവസ്ഥ ഉള്ളത്. അവർ പറയുന്നത് കൂട് വെച്ചിരിക്കുന്നു. ഇവിടെ മാസങ്ങളായി പുലിക്ക് കൂട് വെച്ചിട്ട് ഇതുവരെ പുലി അതിൽ കയറിയില്ല. പുലി അതിൻ്റെ അടുത്ത് കൂടെ ഒക്കെ പോയിട്ടുണ്ട്. പശുക്കളെ കറക്കാൻ വരാനൊക്കെ ഭയങ്കര പ്രയാസമാണ്. കടവെള്ളമുണ്ട്. നമ്മൾ കുറച്ച് ദൂരം നിന്നാണ് വീട്ടിൽ നിന്ന് വരുന്നത്. ആലയിലേക്ക് പശുക്കളെ
കറക്കാനൊക്കെ നല്ല ബുദ്ധിമുട്ടുണ്ട്. ശാശ്വത പരിഹാരം കാണണം. കൂട് വെക്കുന്നുണ്ട്, കൂടുതൽ കയറുന്നില്ല എന്നാണ് അവർ പറഞ്ഞത്. അതുകൊണ്ട് നമുക്ക് രാത്രി ആയാലും ഇറങ്ങാൻ പ്രയാസമുണ്ട്. ഇത്തരം ആശങ്കകൾക്കൊക്കെ പരിഹാരമുണ്ടാകുമെന്ന് നമ്മൾ പ്രതീക്ഷിക്കുന്നുണ്ട്. മുഹമ്മദ് പറയുന്നത് കടുവയാണെങ്കിലും പുലിയാണെങ്കിലും വെടിവെച്ച് കൊല്ലുകയല്ലാതെ എന്ത് ചെയ്യണം എന്നുള്ള അഭിപ്രായ പ്രകടനം ഉണ്ടാകുന്നുണ്ട്. അമ്പിളിയനിൽ പറയുന്നു, കാട്ടാനയായാലും മറ്റ് വന്യമൃഗങ്ങളായാലും മനുഷ്യന് ആപത്ത് വരുത്തുകയാണല്ലോ, ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റ് എത്രയും വേഗം പ്രതിവിധി കാണണമെന്ന് പറയുന്നു. രവികുമാർ PB പറയുന്നു, വനംവകുപ്പിന്റെ പരാജയം വീണ്ടും വീണ്ടും തെളിയുന്നു എന്നിങ്ങനെ ഈ വിഷയത്തിൽ സജീവമായ പ്രേക്ഷക ചർച്ച കൂടി യൂട്യൂബിൽ നടക്കുന്നുണ്ട്. അടുത്തൊരു വാർത്തയിലേക്ക് ഇതുമായി തന്നെ ചേർത്ത് വെക്കേണ്ട വാർത്തയാണ്. ഇടുക്കി പൂപ്പാറയിൽ ആനയെ കണ്ട് ഓടി വീണ് വയോധികന് പരിക്ക്. പൂപ്പാറയിൽ താമസിക്കുന്ന തമിഴ്നാട് സ്വദേശി അന്തോണിക്കാണ് പരിക്കേറ്റത്. കോരൻപാറയിലാണ് ഈ സംഭവം. രാഹുൽ വിജയൻ വിവരങ്ങളുമായി ഇപ്പോൾ ചേരുന്നുണ്ട് കട്ടപ്പനയിൽ നിന്നും. രാഹുൽ, എപ്പോഴായിരുന്നു സംഭവം? എന്തൊക്കെയാണ് വിവരങ്ങൾ രാഹുൽ? ഉന്മേഷ്, വൈകിട്ട് 3 മണിയോടുകൂടിയാണ് ഈ സംഭവം ഉണ്ടാകുന്നത് എന്നുള്ളതാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. കോരമ്പാറയിലെ ഏലത്തോട്ടത്തിൽ ജോലി ചെയ്യുകയായിരുന്ന അന്തോണിക്കാണ് കാട്ടാനെ കണ്ട് ഭയന്നോടുന്നതിനിടെ വീണ് പരിക്കേൽക്കുന്നത്. ആ പരിക്കത്ര ഗുരുതരമായ പരിക്കല്ല, നിസാര പരിക്കാണ്. ചെവിക്കും കാലിനും ചെറിയ ചതവ് മാത്രമേ ഉള്ളൂ എന്ന് മാത്രമാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഈ അന്തോണി ഒറ്റയ്ക്കായിരുന്നു ഈ സംഭവ സമയം ഉണ്ടായിരുന്നത്. പിന്നീട് അതുവഴി വന്ന ആളുകൾ അന്തോണിയെ ആശുപത്രിയിലേക്ക് കൊണ്ടുപോവുകയായിരുന്നു. ആദ്യം പൂപ്പാറയിലെ ഒരു ക്ലിനിക്കിൽ എത്തിക്കുകയും പ്രാഥമിക ചികിത്സ നൽകിയ ശേഷം തേനി മെഡിക്കൽ കോളേജിലേക്ക് മാറ്റുകയും ചെയ്തിട്ടുണ്ട്. പരിക്ക് ഗുരുതരമായതുകൊണ്ടല്ല, ഏതെങ്കിലും തരത്തിൽ മറ്റെന്തെങ്കിലും പ്രശ്നമുണ്ടോ എന്ന് അറിയുന്നതിന് വേണ്ടിയുള്ള പരിശോധനയ്ക്കായിട്ടാണ് തേനി മെഡിക്കൽ കോളേജിലേക്ക് മാറ്റിയിരിക്കുന്നത്. ചക്കക്കൊമ്പൻ എന്ന കാട്ടാനെ കണ്ട് ഭയന്നോടിയതാണ് എന്നാണ് അന്തോണി പറഞ്ഞിരിക്കുന്നത്. മാത്രമല്ല, ഈ പ്രദേശത്ത് 8 ആനകളുടെ കൂട്ടം കഴിഞ്ഞ കുറച്ചു ദിവസമായി നിലയുറപ്പിച്ചിട്ടുണ്ട്. ഇവയെ തുരത്തുന്നതിനു വേണ്ടി RRT കഠിന പരിശ്രമം അവിടെ നടത്തുന്നുണ്ട് എന്നുള്ളതാണ് വനംവകുപ്പ് പറയുന്നത്. പക്ഷേ ആനകൾ മതികെട്ടാൻ ചോലയിലേക്ക് കയറിപ്പോയതിനു ശേഷം വീണ്ടും ഈ ജനവാസ മേഖലയിലേക്ക്, തോട്ടം മേഖലയിലേക്ക് ഇറങ്ങി വരുന്നത് പതിവാകുന്നു. അത് വലിയ തരത്തിലുള്ള ബുദ്ധിമുട്ട് തോട്ടം തൊഴിലാളികൾക്കൊക്കെ അവിടെ ഉണ്ടാക്കുകയും ചെയ്യുന്നുണ്ട്. എന്തായാലും വനംവകുപ്പ് കാര്യക്ഷമമായ ഇടപെടൽ അവിടെ നടത്തുന്നുണ്ട്. എങ്കിൽ കൂടിയും കൂടുതൽ ഫലപ്രദമായ രീതിയിൽ ഈ RRTയുടെ പ്രവർത്തനം ഉണ്ടാകണമെന്നുള്ളതാണ് നാട്ടുകാർ വീണ്ടും വീണ്ടും ആവശ്യപ്പെടുന്നത്, തൊഴിലാളികൾ വീണ്ടും വീണ്ടും ആവശ്യപ്പെടുന്നത്. ശരി രാഹുൽ വിജയനാണ് വാർത്തയുടെ വിശദാംശങ്ങൾ നൽകിയത്. അവിടെ വന്യമൃഗ ആക്രമണം തുടർക്കഥയായ മേഖലയാണ്, കാട്ടാനയുടെ ശല്യമുള്ള മേഖലയാണ്. അവിടെയാണ് ഈ സംഭവം ഉണ്ടായിരിക്കുന്നത്. എറണാകുളം ചെമ്പുമുക്കിൽ ആക്രിക്കടയ്ക്ക് തീപിടിച്ച സംഭവത്തിൽ ഉദ്യോഗസ്ഥ വീഴ്ച. ജനവാസ മേഖലയിൽ 7 വർഷം സ്ഥാപനം പ്രവർത്തിച്ചത് ലൈസൻസ് ഇല്ലാതെയാണ്. പരാതി ലഭിക്കാത്തത് കൊണ്ടാണ് പരിശോധന നടത്താത്തത് എന്നാണ് തൃക്കാക്കര നഗരസഭാ ചെയർപേഴ്സന്റെ വിചിത്രവാദം. ജനവാസ മേഖലയിൽ ലൈസൻസ് ഇല്ലാതെ കഴിഞ്ഞ 7 വർഷം എങ്ങനെ ഈ ആക്രിക്കട പ്രവർത്തിച്ചു എന്ന ചോദ്യമാണ് ഉയരുന്നത്. നിരവധി വീടുകളും വിദ്യാഭ്യാസ സ്ഥാപനങ്ങളുമുള്ള ചെമ്പുമുക്കിലെ ആക്രിക്കടയിൽ രാവിലെ 11 മണിയോടെയായിരുന്നു തീപിടുത്തം. ഉഗ്രസ്ഫോടന ശബ്ദത്തിന് പിന്നാലെ തീ പടർന്നു. ഒന്നും അവശേഷിക്കാതെ മുഴുവൻ സാധനങ്ങളും അഗ്നിക്കിരയായി. സംഭവ സ്ഥലത്തേക്ക് ആദ്യമെത്തിയ 2 ഫയർഫോഴ്സ് യൂണിറ്റുകളിലെയും വെള്ളം തീർന്നതോടെ സ്വകാര്യ ടാങ്കറിൽ വെള്ളം എത്തിച്ചു. ആക്രിക്കടയിൽ സൂക്ഷിച്ചിരുന്നതിൽ ഏറെയും അതിവേഗം തീ പടർന്നു പിടിക്കാൻ സാധ്യതയുള്ള വസ്തുക്കളായിരുന്നു. സമീപത്തെ മരങ്ങളിലേക്കും മതിലിലേക്കും തീ പടർന്നു. കൂടുതൽ ഫയർഫോഴ്സ് യൂണിറ്റ് എത്തിയാണ് നിയന്ത്രണ വിധേയമാക്കിയത്. കഴിഞ്ഞ 7 വർഷമായി പ്രദേശത്ത് പ്രവർത്തിക്കുന്ന ആക്രിക്കടയ്ക്ക് ലൈസൻസ് ഉണ്ടായിരുന്നില്ലെന്ന കടയുടമയുടെ തന്നെ വെളിപ്പെടുത്തൽ. ലൈസൻസ് ഇല്ല, ഇതിന് ലൈസൻസ് ഇല്ല, അതിനൊക്കെ ലൈസൻസ് ഉണ്ട്. ഇല്ല, ലൈസൻസ് കൂടാതെ പ്രവർത്തിക്കാൻ പറ്റുമെന്നുള്ള കാര്യം. വരുമ്പോൾ എന്താണെന്ന് ചെയ്യാൻ പോരാ, പുലിമാലൊക്കെ PUC സർട്ടിഫിക്കറ്റൊക്കെ വേണമെന്ന് പറഞ്ഞാണ്ട് അങ്ങനെ പെൻഡിങ്ങിൽ നിൽക്കുകയാണ്. എടുക്കണമെന്ന് പറഞ്ഞു. ഞാൻ സംഭവ സമയത്തില്ല. ഞാൻ വന്നപ്പോൾ ഇവർ പണിക്കാർ പറഞ്ഞത് പുക വന്ന് ഞങ്ങളപ്പം തന്നെ പുറത്ത് ചാടി. അപ്പോൾ കുറച്ച് ബക്കറ്റ് വെള്ളം കോരി ഒഴിച്ചു. ഒരു കുറച്ച് ഡമ്മി ഉണ്ടല്ലോ, മാനിക്കനുണ്ട്, അതെടുത്ത് സെറ്റ് ചെയ്ത് വേറെ ആൾക്ക് കൊടുക്കാനുണ്ട്. അപ്പം അതിന് വന്നതാണ്. ഇന്ന് പണിയില്ല, ഇന്ന് 10-25 രൂപ ഉദ്ദേശം. സംഭവത്തിൽ തൃക്കാക്കര നഗരസഭാ ചെയർപേഴ്സൺ രാധാമണി പിള്ളയുടേത് വിചിത്ര ന്യായീകരണം. നമുക്ക് പരാതി ലഭിച്ചെങ്ങനെ വന്ന് നോക്കണം. അല്ലെങ്കിൽ തൃക്കാക്കരയുടെ ഏരിയ എന്ന് വെച്ചാൽ പണ്ടത്തെ പഞ്ചായത്തായിരുന്ന സമയത്തുള്ള ഉദ്യോഗസ്ഥർ ഇപ്പോഴും ഞങ്ങൾക്കുള്ളൂ. ഫസ്റ്റ് ഗ്രേഡ് ആയെങ്കിൽ പോലും ഉദ്യോഗസ്ഥരുടെ എണ്ണം വളരെ കുറവാണ്. പിന്നെ പരാതി ലഭിച്ചാൽ നമ്മൾ അപ്പം തന്നെ പോയി നോക്കും, നടപടി സ്വീകരിക്കും. നാളെ കൗൺസിലാണ്, കൗൺസിൽ തീരുമാനം എടുത്തിട്ട് വേണ്ട നടപടി എടുക്കും.
തീപിടുത്തത്തിന്റെ കാരണം കണ്ടെത്താൻ ഫയർഫോഴ്സ് പരിശോധന തുടങ്ങി. സൂക്ഷിച്ചിരുന്ന വസ്തുക്കളിൽ നിന്ന് തീ പടർന്നതായാണ് പ്രാഥമിക നിഗമനം. കടയിൽ വൈദ്യുതി കണക്ഷൻ ഇല്ലെന്നും ഫയർഫോഴ്സ് വ്യക്തമാക്കി. 25 ലക്ഷം രൂപയോളം നഷ്ടമുള്ളതായാണ് പ്രാഥമിക കണക്ക്. അപകടങ്ങൾക്ക് ശേഷം നടപടിയെന്ന പതിവ് രീതിയാണ് ഇവിടെയും അധികൃതർ അവലംബിക്കുന്നത്. കൃത്യമായ നിയമങ്ങൾക്ക് വിധേയമായാണ് സ്ഥാപനം പ്രവർത്തിച്ചിരുന്നതെങ്കിൽ ഒരുപക്ഷേ ഈ തീപിടുത്തം പോലും ഒഴിവാക്കാമായിരുന്നു. ടീം 24 കൊച്ചി. പൊതുജനം കഴുതയല്ല സാർ. ലൈസൻസ് ഇല്ലാ സ്ഥാപനത്തിനെന്ന് വ്യക്തമാകുന്നുണ്ട്. നിയമലംഘനങ്ങൾ പലപ്പോഴും ഇങ്ങനെ പുറം ലോകം അറിയുന്നത് ഇത്തരത്തിൽ സംഭവങ്ങൾ ഉണ്ടാകുമ്പോഴാണ്. ചില പ്രതികരണങ്ങളിലേക്ക്. റഷായിട്ടുള്ള ഏരിയയിൽ ഇതേപോലത്തെ സ്ഥാപനങ്ങളൊന്നും അനുവദിക്കാൻ പാടില്ല. ഇത് തീർച്ചയായിട്ടും മുനിസിപ്പാലിറ്റിയുടെ അനാസ്ഥയാണ്. ഇതൊക്കെ അടിസ്ഥാന ജനങ്ങൾക്ക് ജീവിക്കാനുള്ള ഒരു സംവിധാനത്തിലല്ല ഈ സാധനങ്ങൾ പ്രവർത്തിക്കുന്നത്. ഇതൊക്കെ ലൈസൻസ് എന്താണെന്ന് പോലും അറിയില്ല. ഇത്രയും ജനങ്ങളും സ്കൂളൊക്കെ അടുത്തുള്ള സ്ഥലത്ത് ഇത്രയും മോശമായ ഒരു സംഭവം നടത്തുക എന്ന് പറഞ്ഞാൽ തീർച്ചയായിട്ടും ഇത് മുനിസിപ്പാലിറ്റി അനാസ്ഥയാണ്. ഒത്തിരി നാളെ ഇത് പ്രവർത്തിക്കാൻ തുടങ്ങിയിട്ട് സുരക്ഷിതത്വം കുറവാണ്. തൊട്ടടുത്ത് വീടുകളില്ല. അപ്പോൾ ഇതിനനുസരിച്ചുള്ള സുരക്ഷിതത്വം ഒരിക്കലും കുറവാണ്. ഇപ്പം മറ്റു ഫ്ലാറ്റുകാർ പണിയുന്ന ആ തകരം വെച്ചിട്ടുള്ള മറവ് മാത്രമേ ഉള്ളൂ. ബാക്കി തൊട്ടടുത്ത് വീടുകൾ പല അനർത്ഥങ്ങളുണ്ടാവും. ഗ്യാസ് കുറ്റി മുതലുള്ള എല്ലാ സെക്കൻഡ് ഹാൻഡ് സാധനങ്ങളും ഉൽപ്പന്നങ്ങളും വിൽക്കുന്ന ഒരു ഏരിയയാണിത്. ഇങ്ങനെ കേൾക്കുന്നുണ്ട് എന്താണെന്നറിയാം. വല്ല ഗ്യാസ് കുറ്റിയാണോ അതുമാതിരിയുള്ള ഇത് പുക കണ്ടപ്പോൾ എല്ലാവരോടും ഓടിക്കൂടി എന്താ വേണ്ട എല്ലാവരോടും ഒത്തുകൂടി എല്ലാവരും വിളിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും ഒച്ചപ്പാടും ബഹളമൊക്കെ ആയിട്ട് ഓടി വന്നു. ആരുമില്ല അവരെല്ലാവരും വൈകിട്ട് ഇവർക്ക് ഗോഡവും മാത്രമേ ഉള്ളൂ. ഓഫീസും റൂമൊക്കെ അപ്പുറത്താണ്. രാവിലെ തന്നെ പെട്ടെന്നൊരു പുക മാത്രം കണ്ടു. ഞാൻ അവിടെ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ പെട്ടെന്നൊരു പുക കണ്ടു. അപ്പോൾ ഞങ്ങൾ ഇപ്പുറത്ത് കൂടെ ഗോഡൗണിൻ്റെ ഉള്ളിൽ കയറിയിട്ട് വെള്ളം കൊണ്ട് കയറി അതിൻ്റെ ഉള്ളിൽ കെടുത്താൻ ശ്രമിച്ചു. പുക ഒന്നിച്ച് ഉള്ളിൽ കയറി. അപ്പോൾ ഞങ്ങളെല്ലാവരും ഇങ്ങോട്ട് പുറത്തേക്ക് ചാടി. അത് കഴിഞ്ഞ് ഇവിടെ എത്തുമ്പോഴത്തേനും ഫുള്ള പിടിച്ചു കഴിഞ്ഞു. ആകെ കാറ്റും നല്ലൊരു കാറ്റും അടിച്ച സമയത്ത് അപ്പോഴത്തേനും ആകെ പടർന്നു പോയി. ഞങ്ങൾക്കൊന്നും ചെയ്യാൻ പറ്റിയില്ല. ഇപ്പോൾ 2 വാർത്തകൾ കൂടി വരുന്നുണ്ട്. ഒന്ന്, രാമമംഗലപ്പുഴയിൽ 2 യുവാക്കൾ ഒഴുക്കിൽപ്പെട്ടു. ഒരാളെ രക്ഷിച്ചു. ഒരാൾക്കായി ഇപ്പോഴും തിരച്ചിൽ തുടരുന്നുവെന്ന് ആൻമരി അറിയിക്കുന്നുണ്ട്. മറ്റൊന്ന് സൂരജ് അറിയിക്കുന്ന വാർത്തയാണ്. തൃശൂർ ആളൂരിൽ അമ്മയും മകളും തൂങ്ങി മരിച്ച നിലയിൽ. ആളൂർ സ്വദേശിയായ സുജി 32 വയസ്സ്, നക്ഷത്ര 5 വയസ്സ് എന്നിവരാണ് മരിച്ചതെന്ന് സൂരജ് അറിയിക്കുന്നുണ്ട്. മുഖ്യമന്ത്രി ഇപ്പോൾ CPM-ന്റെ കോട്ടയം ജില്ലാ സമ്മേളനത്തിന് ശേഷം അവിടെ പൊതുസമ്മേളന വേദിയിൽ പ്രസംഗിക്കുന്നുണ്ട്. അദ്ദേഹം UDF എതിരായ വിമർശനം ആവർത്തിക്കുന്നുണ്ട്. UDF സ്വതന്ത്രമായാണോ പ്രവർത്തിക്കുന്നത് എന്നാണ് അദ്ദേഹത്തിന്റെ ചോദ്യം. ജമാഅത്തെ ഇസ്ലാമിയെയും STPയെയും തൃപ്തിപ്പെടുത്തിയേ UDF പ്രവർത്തിക്കാൻ സാധിക്കൂ എന്നുള്ള വിമർശനമാണ് അദ്ദേഹം ഇപ്പോൾ CPM-ന്റെ കോട്ടയം ജില്ലാ സമ്മേളന വേദിയിൽ ഉയർത്തുന്നത്. നമ്മൾ മറ്റു വാർത്തകളിലേക്ക് പോകുന്നു. അറ്റകുറ്റപ്പണികൾക്കായി വറ്റിച്ച കല്ലാർകുട്ടി ഡാമിൽ നാളെ വീണ്ടും വെള്ളം നിറയ്ക്കും. പവർ ഹൗസിലേക്കുള്ള ടണൽ മുഖത്തെ ട്രാഷ് ട്രപ്പുകൾ മാറ്റുന്നതിനാണ് 10 ദിവസത്തേക്ക് വെള്ളം വറ്റിച്ചത്. ജലനിരപ്പ് ക്രമീകരിക്കാൻ 6 പവർ ഹൗസുകളിലെ ജനറേറ്റർ നിർത്തിയതോടെ 10 കോടിയിലധികം ദിനം പ്രതി KSEBക്ക് നഷ്ടമുണ്ട്. വെള്ളം വറ്റിച്ചപ്പോൾ പ്രദേശവാസികൾ മീൻ പിടിക്കുന്ന കൗതുക കാഴ്ചയും നമ്മൾ കണ്ടു. 15 വർഷത്തിന് ശേഷമാണ് കല്ലാർകുട്ടി ഡാമിലെ വെള്ളം വറ്റിച്ച് അറ്റകുറ്റപ്പണികൾ നടത്തുന്നത്. ഈ ഡാമിനോട് ചേർന്ന് ഷട്ടറുകൾക്കടുത്തായി ട്രാഷ് ട്രാപ്പ് എന്ന് പറഞ്ഞൊരു സംവിധാനമുണ്ട്. പവർ ഹൌസിലേക്ക് വെള്ളം കൊണ്ടുപോകുന്ന ടണൽ മുഖത്ത് അരിപ്പ പോലെ വെച്ചിരിക്കുന്ന ഒരു സംവിധാനമാണ്. വലിയ തടിയും കല്ലും മാലിന്യങ്ങളുമൊന്നും ഈ ജനറേറ്ററിലേക്ക് ചെല്ലാതിരിക്കാൻ വേണ്ടിയുള്ളൊരു തടസ്സമായി വെച്ചിരിക്കുന്നതാണ്. അത് ഈ ഡാം കമ്മീഷൻ ചെയ്തതിനു ശേഷം ഒരിക്കൽ പോലും മാറിയിട്ടില്ല. ഇതാദ്യമായാണ് മാറുന്നത്. 1961 കല്ലാർകുട്ടി ഡാം കമ്മീഷൻ ചെയ്യുന്നത്. ഏകദേശം 62 വർഷത്തെ പഴക്കം ആ ട്രാഷ് ട്രാപ്പുകൾക്കുണ്ട്. അതിന്റേതായിട്ടുള്ള കേടുപാടുകളും തുരുമ്പും ആ ട്രാഷ് ട്രാപ്പുകൾക്ക് ഉണ്ടായിരുന്നു. അതിന്റെ ഭാഗമായിട്ടാണ് ഇപ്പോൾ പുതിയത് സ്ഥാപിച്ചിരിക്കുന്നത്. നിലവിൽ ഈ ദൃശ്യങ്ങളിൽ കാണുന്ന പോലുള്ള ട്രാഷ് ട്രാപ്പിന്റെ ഭാഗത്ത് അതിന് അടിഭാഗത്തായിട്ട് വീണ്ടും പഴയ ട്രാഷ് ട്രാപ്പുകളുണ്ട്. അത് നിലവിൽ മാറ്റിയിട്ടില്ല. താൽക്കാലികമായി അത് മാറ്റേണ്ടതില്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനമായും ഈ എഞ്ചിനീയറിംഗ് സെക്ഷൻ, ഈ ഡാമിന്റെ എഞ്ചിനീയറിംഗ് സെക്ഷൻ വ്യക്തമാക്കിയിരിക്കുന്നത്. അതായത് 10 ദിവസത്തെ സമയമാണ് ഈ ട്രാഷ് ട്രാപ്പുകൾ മാറ്റുന്നതിന് വേണ്ടി KSEBക്ക് അനുവദിച്ചിരുന്നത്. നിലവിൽ ഇതിന് തൊട്ടുമുകളിലുള്ള മറ്റ് പവർ ഹൌസുകളും അടച്ചിട്ടിരിക്കുകയാണ്. ദിനംപ്രതി ഏകദേശം 10 കോടിക്ക് മുകളിൽ KSEBക്ക് നഷ്ടമുണ്ടാകുന്നുണ്ട്. ഈ നാളെ ഇത് പൂർണ്ണമായിട്ടും തുറന്ന് ഈ വെള്ളം നിറയ്ക്കേണ്ട പ്രക്രിയ തുടങ്ങേണ്ടതാണ്. അതിൽ കൂടുതൽ താമസിച്ചു കഴിഞ്ഞാൽ KSEBക്ക് ഉണ്ടാകുന്ന നഷ്ടം ചെറുതായിരിക്കില്ല. എന്തായാലും ആ ട്രാഷ് ട്രാപ്പുകൾ പഴയത് മാറ്റാതെ ആ മണ്ണിനടിയിൽ ഇരിക്കുന്നതിൽ യാതൊരു സാങ്കേതികമായിട്ടുള്ള തടസ്സവും ബുദ്ധിമുട്ടും ഇല്ല എന്നുള്ളത് ഡാമിന്റെ തന്നെ വ്യക്തമാക്കുകയും ചെയ്തിട്ടുണ്ട്. നിലവിൽ അത് മാറ്റാത്തതുകൊണ്ട് വെള്ളത്തിന്റെ എൻട്രി ആയിട്ടോ അങ്ങനെ ഒരു ബാധിക്കുന്ന പ്രശ്നമല്ല. ഈ ടണലിന്റെ ഇൻലെറ്റ് കിടക്കുന്നത് 434.34 ഇപ്പോൾ നിലവിലുള്ള ട്രാഷ് ട്രാക്ക് 430 ടോപ്പ് കിടക്കുന്നത്. അത് അടുത്ത സീസൺ ആകുമ്പോഴേക്കും മണൽ മാറ്റി കഴിഞ്ഞാൽ
നമുക്ക് ഈ ഡ്രഡ്ജിങ് ഇല്ലാതെ തന്നെ ട്രാഷ് പാനലുകൾ മാറ്റാൻ സാധിക്കുന്നതായിരിക്കും. ഇനി വരാനിരിക്കുന്ന മഴക്കാലം കഴിയുന്നതോടുകൂടി ഈ ഡാമിൽ അടിഞ്ഞുകൂടിയിരിക്കുന്ന വലിയ തോതിൽ ചെളി അടിഞ്ഞിട്ടുണ്ട്, ചെളിയും മണലും അടിഞ്ഞിട്ടുണ്ട്. ഇത് പൂർണ്ണമായും നീക്കുന്ന പ്രക്രിയയിലേക്ക് അടുത്ത മഴക്കാലം കഴിയുന്നതോടുകൂടി KCB നീങ്ങും എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത്. അതിന്റെ ടെൻഡർ നടപടികൾ ഉൾപ്പെടെ പൂർത്തിയാക്കുകയും ചെയ്തിട്ടുണ്ട്. ആ ചെളി നീക്കുന്ന സമയത്ത് ഇനി അവശേഷിക്കുന്ന കേടായിരിക്കുന്ന ട്രാഷ് ട്രാപ്പുകൾ മാറ്റാനുള്ള നടപടിയും ഉണ്ടാകുമെന്ന് KCB വ്യക്തമാക്കുകയും ചെയ്തിട്ടുണ്ട്. നിലവിൽ ഏതെങ്കിലും വിധത്തിലുള്ള ബുദ്ധിമുട്ടുകൾ ഈ അറ്റകുറ്റപ്പണി നടത്തിയതുമായി ബന്ധപ്പെട്ട് ഡാമിനുണ്ടാകില്ല, അല്ലെങ്കിൽ പവർ ഹൌസിനുണ്ടാകില്ല, ജനറേഷൻ നടത്തുന്ന സ്ഥലത്തുണ്ടാവില്ല എന്ന് KCB വ്യക്തമാക്കിയിട്ടുണ്ട്. ആശങ്കപ്പെടേണ്ട സാഹചര്യമില്ല എന്നുള്ളതാണ് അതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. എന്തായാലും തിങ്കളാഴ്ച വൈകിട്ട് 5 മണിയോടുകൂടി ഡാമിൽ വീണ്ടും വെള്ളം നിറച്ചു തുടങ്ങും. അതിന് പിന്നാലെ തന്നെ തൊട്ടുമുകളിലുള്ള ഡാമുകളിലെല്ലാം പവർ ഹൌസിലേക്ക് വെള്ളം തുറന്നുവിടും, ജനറേഷൻ ആരംഭിക്കും എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. മുഹമ്മദ് ഏലപ്പാറയ്ക്കൊപ്പം രാഹുൽ വിജയൻ, 24 ഇടുക്കി. ആ നഷ്ടം KSEB ചാർജ് കൂട്ടി പരിഹരിച്ചല്ലോ എന്നാണ് സീന മുഹമ്മദിന്റെ ചോദ്യം ഈ റിപ്പോർട്ട് കാണുമ്പോൾ. ഇപ്പോൾ മുഖ്യമന്ത്രി CPM-ന്റെ പൊതുസമ്മേളന വേദിയിൽ കോട്ടയത്ത് സംസാരിക്കുന്നു. തത്സമയ സംപ്രേഷണത്തിലേക്ക്. എന്നാൽ ലോക്സഭാ തെരഞ്ഞെടുപ്പ് വന്നപ്പോ വീണ്ടും BJPക്ക് ആഹ്ലാദം. തൃശ്ശൂരിൽ ജയം വന്നിരിക്കുന്നു. എങ്ങനെ ജയിച്ചു? അവിടെ വോട്ട് പരിശോധിക്കുമ്പോൾ കോൺഗ്രസിന്റെ 80,000-ൽ പരം വോട്ട് കാണാനില്ല. 2019 കിട്ടിയ വോട്ടിൽ 80,000-ൽ പരം വോട്ട് കാണാനില്ല. ഞങ്ങളവിടെ പരാജയപ്പെട്ടു. പക്ഷേ 16,000-ൽ പരം വോട്ട് ഞങ്ങൾ കൂടുതൽ നേടി 2019-നെ അപേക്ഷിച്ച്. കോൺഗ്രസിന്റെ വോട്ട് ഇങ്ങനെ ഒഴുകിയപ്പോ BJPക്ക് ജയിച്ചു വരാൻ കഴിഞ്ഞു. BJPയുടെ മുഖം തിരിച്ചറിയാത്തവരല്ല നമ്മുടെ നാട്ടിലുള്ളവര്. തൽക്കാലം ചില കാര്യസാധ്യത്തിന് വേണ്ടി അതങ്ങ് മറന്നുപോകുന്ന നില ജനം സ്വീകരിക്കുന്നുണ്ട്. അവരിപ്പോ വോട്ട് ലാക്കാക്കി പലയിടങ്ങളിലും സഞ്ചരിക്കുന്നതായി നാം കാണുന്നുണ്ട്. വലിയ പ്രവർത്തനങ്ങൾ നടത്തുന്നതായി നാം കാണുന്നുണ്ട്. നാടിന്റെ മുന്നിൽ അവരുടെ ചിത്രമുണ്ടല്ലോ. ഈ രാജ്യത്ത് നടന്നിട്ടുള്ള ഒരുപാട് ലഹളകൾ, സംഘപരിവാർ നടത്തിയിട്ടുള്ള ലഹളകൾ, ഒന്നിന്റെയും പേരിലേക്ക് ഇപ്പൊ ഞാൻ പോകുന്നില്ല. പിന്നീട് നമുക്ക് വിശദമായിട്ട് അത്തരം കാര്യങ്ങൾ പറയാം. അത്തരം ലഹളകളുടെ ഫലമെന്തായിരുന്നു? ആ ലഹളകളിൽ പങ്കെടുക്കുന്ന ആളുകളെ, പങ്കെടുത്തവരെ, യഥാർത്ഥ കുറ്റവാളികളെ സംരക്ഷിക്കുന്ന BJP നേതൃത്വത്തെയാണ് നാം കണ്ടത്. മുഖ്യമന്ത്രി വിമർശനം തുടരുന്നു. മുസ്ലിം ലീഗിനെതിരെ രൂക്ഷ വിമർശനം മുഖ്യമന്ത്രി ആവർത്തിക്കുന്നു. CPM-ന്റെ കോട്ടയം ജില്ലാ സമ്മേളനത്തിന്റെ പൊതുസമ്മേളന വേദിയിൽ നമ്മളിനി മുനമ്പത്തേക്കാണ്. മുനമ്പത്ത് മനുഷ്യച്ചങ്ങലയുമായി പ്രതിഷേധക്കാർ. റവന്യൂ അവകാശങ്ങൾ പുനഃസ്ഥാപിക്കണം എന്നാവശ്യപ്പെട്ട് 25,000 ആളുകൾ മനുഷ്യച്ചങ്ങല തീർത്തു. വൈപ്പിൻ ബീച്ച് മുതൽ മുനമ്പം സമരപ്പന്തൽ വരെ 27 കിലോമീറ്റർ ദൂരത്തിലാണ് മനുഷ്യച്ചങ്ങല. YS അഭിനന്ദ് വിവരങ്ങളുമായി ഇപ്പോൾ ചേരുന്നുണ്ട്. അഭിനന്ദ്, വലിയ പ്രതിഷേധം, എന്തൊക്കെയാണ് വിവരങ്ങൾ അഭിനന്ദ്? റവന്യൂ അവകാശങ്ങൾ പുനഃസ്ഥാപിക്കണമെന്നാവശ്യപ്പെട്ട് മുനമ്പം നിവാസികളുടെ സമരം ഇന്ന് 85-ാം ദിനത്തിലേക്ക് കടക്കുമ്പോഴാണ് ഇത് പ്രതിഷേധവുമായി മനുഷ്യച്ചങ്ങലയുമായി എത്തിയിരിക്കുന്നത്. 25,000-ഓളം ആളുകൾ അണിനിരന്ന ഒരു മനുഷ്യച്ചങ്ങലയാണ് ഇന്ന് സാക്ഷിയായത്. ഏതാണ്ട് വൈപ്പിൻ ബീച്ച് മുതൽ മുനമ്പം സമരപ്പന്തൽ വരെ 25,000-ഓളം ആളുകളാണ് ഈ മനുഷ്യച്ചങ്ങലയുടെ ഭാഗമായത്. അതിൽ തന്നെ വരാപ്പുഴ മേജർ ആർച്ച് ബിഷപ്പ് ഡോക്ടർ ജോസഫ് കളത്തിപ്പറമ്പിലായിരുന്നു ആദ്യ കണ്ണി. SNDP വിഭാഗത്തിലുള്ള ആളുകൾ, ഒപ്പം തന്നെ NSS വിഭാഗത്തിലുള്ള ആളുകൾ, അങ്ങനെ ജാതിയോ മതമോ ഒന്നുമില്ലാതെ തന്നെ എല്ലാവരും മുനമ്പം ജനതയ്ക്ക് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചുകൊണ്ട് പല ഭാഗങ്ങളിൽ നിന്നും എത്തി. ഇന്ന് 86-ാം ദിവസത്തിലേക്ക് കടക്കുമ്പോൾ ഇവർ പ്രതീക്ഷാ നിർഭരമായ ഒരു പ്രതികരണങ്ങളാണ് നമ്മളോടക്കം അവർ നടത്തിയിട്ടുള്ളത്. ജസ്റ്റിസ് CN രവീന്ദ്രന്റെ കമ്മീഷൻ അവർക്ക് പൂർണ്ണമായ വിശ്വാസമുണ്ട്. ഈ കമ്മീഷൻ കൊടുക്കുന്ന റിപ്പോർട്ട് സർക്കാർ അനുകൂലമായി തന്നെ ഇവർ പരീക്ഷയുടെ ദിനത്തിലേക്ക് എത്താൻ കുറച്ച് ദിവസങ്ങൾ മാത്രം മതി എന്നുള്ള ശുഭാപ്തി വിശ്വാസവും നമ്മളോട് അവർ പറഞ്ഞു. എന്തായാലും 85-ാം ദിവസത്തിലേക്ക് മുനമ്പം സമരം കടക്കുകയാണ്. റവന്യൂ അവകാശങ്ങൾ പുനഃസ്ഥാപിച്ചിട്ടുകൊണ്ടാണ് ഇവർ സമരം ചെയ്തുകൊണ്ടിരിക്കുന്നത്. എന്തായാലും ഇവരുടെ ഈ ക്രയവിക്രയം അടക്കമുള്ള കാര്യങ്ങൾ നടത്തുന്നില്ല. സാമ്പത്തികമായ വലിയ പ്രതിസന്ധിയിലേക്ക് അടക്കം പോകുന്നുള്ള
ശരി അഭിനന്ദൻ, ഒരു ചെറിയ സാങ്കേതിക പ്രശ്നമുണ്ട്, അതുകൊണ്ടാണ് ഇടപെടുന്നത്. വലിയ സമരമാണ് മുനമ്പത്ത് നടന്നത്. 27 കിലോമീറ്റർ ദൂരത്തിൽ മനുഷ്യച്ചങ്ങല തീർത്താണ് അവരുടെ റവന്യൂ അവകാശങ്ങൾ പുനഃസ്ഥാപിച്ച് കിട്ടണം എന്നാവശ്യപ്പെട്ടുകൊണ്ട് അവിടെ വലിയ സമരം നടന്നത്. ഇപ്പോൾ ഒരു വാർത്ത വരുന്നത് എസ് ശ്യാംകുമാർ അറിയിക്കുന്നുണ്ട്. മനാട്ടുപറമ്പിൽ കാർ സ്കൂട്ടറിലിടിച്ച് വീട്ടമ്മ മരിച്ചു എന്നുള്ളതാണ്. കൂടെ സഞ്ചരിച്ച യുവതിക്ക് ഗുരുതരമായി പരിക്കേറ്റു എന്നുള്ള വാർത്തയാണ് എസ് ശ്യാംകുമാർ ഇപ്പോൾ അറിയിക്കുന്നത്. നമ്മൾ അടുത്ത റിപ്പോർട്ടിലേക്ക് കടക്കുന്നു. നിയമസഭാ തെരഞ്ഞെടുപ്പിന് ഇനി 1 വർഷത്തിലേറെ സമയമുണ്ടെങ്കിലും ഭരണം കിട്ടിയാൽ ആര് മുഖ്യമന്ത്രിയാകുമെന്നതിൽ കോൺഗ്രസിൽ ഇപ്പോഴേ തർക്കം നടക്കുകയാണ്. രാഷ്ട്രീയ അന്തരീക്ഷം അനുകൂലമാണെന്ന അമിത ആത്മവിശ്വാസത്തിലാണ് കോൺഗ്രസ് നേതാക്കൾ. മുഖ്യമന്ത്രിയാകാനുള്ള മത്സരത്തിൽ സ്ഥാനാർത്ഥിയായി താനുമുണ്ടെന്ന് പ്രഖ്യാപിച്ചാണ് നേതാക്കൾ തള്ളിക്കയറുന്നത്. നിയമസഭാ തെരഞ്ഞെടുപ്പും കഴിഞ്ഞ് ഭരണവും കിട്ടി, ഇനി മുഖ്യമന്ത്രിയെ മാത്രം തീരുമാനിച്ചാൽ മതിയെന്ന മട്ടിലാണ് കോൺഗ്രസിലെ കാര്യങ്ങൾ. ആഗ്രഹിച്ചതുപോലെ പ്രതിപക്ഷ നേതൃസ്ഥാനത്ത് തുടരാൻ കഴിയാതിരുന്ന അനുഭവം മുൻനിർത്തി രമേശ് ചെന്നിത്തലയാണ് മുഖ്യമന്ത്രി സ്ഥാനത്തേക്കുള്ള മത്സരത്തിന് ആദ്യം ഇറങ്ങിയത്. പ്രതിപക്ഷ നേതൃസ്ഥാനം വഹിക്കുന്ന വി ഡി സതീശൻ രമേശിൻ്റെ സ്വാഭാവിക എതിരാളിയുമായി. ഇവരിൽ ഒതുങ്ങുന്നില്ല കോൺഗ്രസിലെ മുഖ്യമന്ത്രി മോഹികളുടെ എണ്ണം. മോഹമുക്തരല്ലാത്ത അനവധി പേർ ഇനിയുമുണ്ട് കോൺഗ്രസിൽ. മുഖ്യമന്ത്രി സ്ഥാനം ആഗ്രഹിക്കുന്ന കോൺഗ്രസ് നേതാക്കളെല്ലാം അതിനായി അവരവരുടെ വഴികളാണ് തേടുന്നത്. മതസമുദായ നേതാക്കളുമായുള്ള പ്രശ്നങ്ങൾ പറഞ്ഞു തീർത്തും അവരുടെ പിന്തുണ ഉറപ്പിച്ചും പരമ്പരാഗത രീതിയിലാണ് രമേശ് ചെന്നിത്തല. മന്നം ജയന്തിയുടെ ഉദ്ഘാടകനായും SNDP പരിപാടിയിൽ പങ്കുകൊണ്ടും ജനറൽ സെക്രട്ടറി വെള്ളാപ്പള്ളി നടേശന്റെ പ്രശംസയ്ക്ക് പാത്രമായും കളം നിറയാനുള്ള ശ്രമത്തിലാണ് അദ്ദേഹം. ഇതിലൂടെയെല്ലാം ചെന്നിത്തല പ്രഖ്യാപിക്കുന്നത് ഒറ്റക്കാര്യം മാത്രം: മുഖ്യമന്ത്രി സ്ഥാനത്തേക്കുള്ള മത്സരത്തിൽ താനുമുണ്ട്. സ്വയം സ്ഥാനാർത്ഥിയായി ചെന്നിത്തല കടന്നു വരുമ്പോൾ സ്വാഭാവിക സ്ഥാനാർത്ഥിയായി വരേണ്ട വി ഡി സതീശനും മറുതന്ത്രങ്ങൾ പയറ്റുന്നു. രാഷ്ട്രീയ വിഷയങ്ങൾക്കപ്പുറമുള്ള സംവാദവേദികളിലും പരിപാടികളിലും സാന്നിധ്യം അറിയിച്ചുകൊണ്ടാണ് സതീശന്റെ നീക്കം. രമേശിനെയും സതീശിനെയും കൂടാതെ KPCC അധ്യക്ഷൻ K സുധാകരൻ, അച്ചടക്ക സമിതി അധ്യക്ഷൻ തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ തുടങ്ങിയവർക്കും മുഖ്യമന്ത്രി കസേരയിൽ കണ്ണുണ്ട്. ഇവിടെ തർക്കം മുറുകുമ്പോൾ ഹൈക്കമാൻഡ് പ്രതിനിധിയായി KC വേണുഗോപാൽ പ്രത്യേക വിമാനത്തിൽ പറന്നിറങ്ങാനുള്ള സാധ്യതയും തള്ളിക്കളയാനാവില്ല. മുഖ്യമന്ത്രി മോഹികളെ അനുകൂലിച്ചും പ്രതികൂലിച്ചും കോൺഗ്രസിൽ നടക്കുന്ന പ്രതികരണങ്ങൾ കണ്ടാൽ നാളെയാണ് നിയമസഭാകക്ഷി യോഗം എന്ന് തോന്നിപ്പോകും. എന്നാൽ ഇപ്പോൾ 41 സീറ്റ് മാത്രമുള്ള UDFന് കേവല ഭൂരിപക്ഷം നേടി എങ്ങനെ ജയിച്ചു വരാൻ കഴിയുമെന്ന കാര്യത്തിൽ മാത്രം ആർക്കും ഒരു ആശങ്കയില്ല. അതൊക്കെ ജനങ്ങളുടെ ഉത്തരവാദിത്തമാണെന്ന മട്ടിലാണ് കോൺഗ്രസ് നേതാക്കൾ മുന്നോട്ട് പോകുന്നത്. ലോക്സഭാ തെരഞ്ഞെടുപ്പിലെ വിജയം തലയ്ക്ക് പിടിച്ചതാണ് കോൺഗ്രസിൻ്റെ അമിത ആത്മവിശ്വാസത്തിന് കാരണമെന്ന കാര്യത്തിൽ ആർക്കും ഒരു തർക്കവും ഉണ്ടാവില്ല. എന്നാൽ നിയമസഭാ തെരഞ്ഞെടുപ്പിന് ഇനി 1 വർഷം കൂടിയുണ്ട്. രാഷ്ട്രീയ അന്തരീക്ഷം മാറിമറിയാൻ അതൊരു കുറഞ്ഞ കാലയളവല്ല. അതിന് 2021 നിയമസഭാ തെരഞ്ഞെടുപ്പ് ഫലം മാത്രം പരിശോധിച്ചാൽ മതി. ആർ ശ്രീജിത്ത്, 24, തിരുവനന്തപുരം. നേരത്തെ സൂചിപ്പിച്ച അപകട വാർത്തയുടെ വിശദാംശങ്ങളിലേക്കാണ്. എറണാകുളം മനാട്ടുപറമ്പിൽ കാർ സ്കൂട്ടറിൽ ഇടിച്ച് വീട്ടമ്മയ്ക്ക് ദാരുണാന്ത്യം. മനാട്ടുപറമ്പ് സ്വദേശിനി ഷിനി സുനിൽ ആണ് മരിച്ചത്. എസ് ശ്യാംകുമാർ ഇപ്പോൾ വിശദാംശങ്ങളുമായി കൊച്ചിയിൽ നിന്ന് ചേരുന്നുണ്ട്. ശ്യാംകുമാർ, എങ്ങനെയാണ് അപകടമുണ്ടായത്? വിവരങ്ങൾ എന്തൊക്കെയാണ്? ഇന്ന് വൈകുന്നേരത്തോട് കൂടിയിട്ടാണ് ഞാറയ്ക്കൽ മനാട്ടുപറമ്പിൽ ഷിനി സുനിൽ എന്ന് പറയുന്ന വീട്ടമ്മയും സുഹൃത്തും സഞ്ചരിച്ചിരുന്ന സ്കൂട്ടറിൽ അമിത വേഗത്തിലെത്തിയ കാർ ഇടിച്ചു തെറിപ്പിച്ചത്. സമീപത്തുള്ള മതിലും ഇടിച്ചു തെറിപ്പിച്ചാണ് ഈ കാർ നിന്നത്. ഈ മതിലിനടിയിൽ നിന്ന് നാട്ടുകാർ ഇവരെ പുറത്തെടുക്കുകയായിരുന്നു. അപകടത്തിലാണ് ഷിനി സുനിൽ അല്പസമയം മുമ്പ് എറണാകുളത്തെ സ്വകാര്യ ആശുപത്രിയിൽ വെച്ച് മരിച്ചത്. അപകടത്തിൽ ഷിനിയോടൊപ്പം യാത്ര ചെയ്തിരുന്ന ആൾക്കും ഗുരുതരമായി പരിക്കേറ്റിട്ടുണ്ട്. ഇവരെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിരിക്കുകയാണ്. അമിത വേഗത്തിൽ കാർ എത്തിയതാണ് അപകടത്തിനിടയാക്കിയതെന്നുള്ളതാണ് പ്രാഥമിക വിവരം. കൂടുതൽ വിവരങ്ങൾ പോലീസ് അന്വേഷിച്ചു വരികയാണ്. അമിത വേഗത്തിലെത്തിയ കാർ ഇടിച്ചാണ് ഈ അപകടം എന്നതാണ് പ്രാഥമിക വിവരം. എസ് ശ്യാംകുമാർ വിശദാംശങ്ങൾ നൽകുകയായിരുന്നു. വീട്ടമ്മയ്ക്ക് ഈ അപകടത്തിൽ ദാരുണാന്ത്യം. അടുത്തൊരു റിപ്പോർട്ട് അത് തൃശ്ശൂരിൽ നിന്നാണ്. തൃശ്ശൂർ ആളൂരിൽ അമ്മയെയും മകളെയും തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തി. ആളൂർ സ്വദേശി സുജി, നക്ഷത്ര എന്നിവരാണ് മരിച്ചത്. സൂരജ് സജ്ജ് ചേരുന്നുണ്ട് തൃശ്ശൂരിൽ നിന്ന്. സൂരജ്, വിവരങ്ങൾ എന്തൊക്കെയാണ്? ഉന്മേഷ്, ഇന്ന് ഉച്ചയ്ക്ക് ശേഷമാണ് ഈ അമ്മയെയും മകളെയും തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തുന്നത്. സുജി 32 വയസ്സ്, നക്ഷത്ര 5 വയസ്സ് എന്നിവരെയാണ് വീട്ടിലെ ബെഡ്റൂമിൽ മരിച്ച നിലയിൽ കണ്ടെത്തുന്നത്. ഇവർ ഒരു 6 മാസമേ ആയിട്ടുള്ളൂ ഈ മേഖലയിൽ താമസമാക്കിയിട്ട്. ഇന്ന് ഭർത്താവ് വീട്ടിലുണ്ടായിരുന്നില്ല. ഭർത്താവ് ലോട്ടറി കച്ചവടക്കാരനായിരുന്നു. ഭർത്താവ് പുറത്തായിരുന്നു. ഈ സമയത്ത് ഈ സുജിയും നക്ഷത്രയും അതോടൊപ്പം തന്നെ ഈ ഭർത്തൃപിതാവും മാത്രമായിരുന്നു അവിടെ ഉണ്ടായിരുന്നത്. അത് കഴിഞ്ഞ് ഭർത്താവിന്റെ പിതാവാണ് ഇവരെ മരിച്ച നിലയിൽ കണ്ടെത്തുന്നതും പിന്നീട് പോലീസിന് വിവരം അറിയിക്കുന്നതും. ഈ ആത്മഹത്യയിലേക്ക് നയിച്ചത് എന്താണ് എന്നത് സംബന്ധിച്ച് വ്യക്തതയില്ല. ഒരു ആത്മഹത്യാക്കുറിപ്പും ഈ വീട്ടിൽ നിന്ന് കണ്ടെടുത്തിട്ടുണ്ട്. എന്താണ് ആത്മഹത്യയിലേക്ക് നയിച്ചത് എന്നത് സംബന്ധിച്ചെല്ലാം തന്നെ ആളൂർ പോലീസ് വിശദമായ അന്വേഷണം ആരംഭിച്ചു. മൃതദേഹം നിലവിൽ വീട്ടിൽ നിന്ന് ആശുപത്രിയിലേക്ക് മാറ്റുകയും ചെയ്തിട്ടുണ്ട്. ഉന്മേഷ്, സൂരജ് സജിയാണ് വിശദാംശങ്ങൾ നൽകിയത്. ഒരു സങ്കട വാർത്ത മലപ്പുറം എടക്കരയിൽ നിന്നിപ്പോൾ വിപിൻ സി വിജയൻ അറിയിക്കുന്നുണ്ട്. ഒഴുക്കിൽപ്പെട്ട് 10 വയസ്സുകാരൻ മരിച്ചു. പുഴയിൽ കുളിക്കുന്നതിനിടയിൽ സഹോദരങ്ങളായ കുട്ടികൾ ഒഴുക്കിൽപ്പെടുകയായിരുന്നു. നാട്ടുകാർ ഉടൻ നിലമ്പൂർ ഗവൺമെന്റ് ആശുപത്രിയിൽ എത്തിച്ചുവെങ്കിലും ഒരാൾ മരിച്ചു. നരോക്കാവ് സ്വദേശി വിജേഷിന്റെ മകൻ 10 വയസ്സുള്ള ജോഫിനാണ് മരിച്ചത് എന്ന് വിപിൻ സി വിജയൻ ഇപ്പോൾ അറിയിക്കുന്നുണ്ട്.
നമ്മൾ അടുത്തൊരു റിപ്പോർട്ടിലേക്ക് പോകുന്നു. കണ്ണൂരിലെ മത്സ്യത്തൊഴിലാളി സഹകരണ സംഘത്തിൽ വൻ വായ്പാ തട്ടിപ്പ്. എടക്കാട് കണ്ണൂർ സിറ്റി മത്സ്യത്തൊഴിലാളി ക്ഷേമ സഹകരണ സംഘത്തിലാണ് വ്യാജ വായ്പാ രേഖയുണ്ടാക്കി വ്യാപകമായി തട്ടിപ്പ് നടത്തിയത്. ലോൺ തിരിച്ചടവിന് കൂട്ടത്തോടെ നോട്ടീസ് ലഭിച്ചതോടെയാണ് ഇടപാടുകാർ ക്രമക്കേട് തിരിച്ചറിഞ്ഞത്. നമുക്കിപ്പോൾ ഒരു നോട്ടീസ് വന്നായിരുന്നു 3 ലക്ഷം രൂപ നിങ്ങൾ ലോൺ എടുത്ത് മുമ്പറ്റ വന്നത്. നമ്മൾ ഈ ലോൺ എടുത്ത് വന്നാൽ നമ്മളിത് ലോണൊന്നും എടുത്തിട്ടില്ല. ഞാൻ ആ സൊസൈറ്റിയിലെ മെമ്പറുമല്ല, ഒന്നുമല്ല. മുമ്പ് ഒരു 25 വർഷം മുന്നേ മെമ്പറായിരുന്നു. അതിന് മുന്നേ ഏകദേശം നമ്മൾ കട്ട് ചെയ്ത് പിന്നെ നമ്മൾ ഇതുവരെ ലോൺ എടുത്തില്ല. ഈ കാലത്ര നമ്മൾ ലോണൊന്നും എടുത്തിട്ടില്ല. കണ്ണൂർ ആയിക്കരയിൽ 3.5 പതിറ്റാണ്ട് മുൻപാണ് എടക്കാട് കണ്ണൂർ സിറ്റി മത്സ്യത്തൊഴിലാളി വികസന സഹകരണ സംഘം പ്രവർത്തനം ആരംഭിച്ചത്. ഫിഷറീസ് വകുപ്പിന്റെയും മത്സ്യഫെഡിന്റെയും സഹകരണത്തോടെയാണ് പ്രവർത്തനം. മത്സ്യത്തൊഴിലാളികളുടെ ക്ഷേമം പ്രധാന പ്രവർത്തന ലക്ഷ്യം. മത്സ്യബന്ധന ഉപകരണങ്ങൾ വാങ്ങുന്നതിന് വായ്പയടക്കമുള്ള സേവനങ്ങൾ. നീണ്ട കാലത്തെ വിശ്വാസ്യതയ്ക്ക് മേൽ തട്ടിപ്പാരോപണത്തിന്റെ കരിനിഴൽ. എടുക്കാത്ത വായ്പയെക്കുറിച്ചുള്ള വിശദാംശങ്ങൾ പരാമർശിച്ച് ഓഡിറ്റ് വിഭാഗത്തിൽ നിന്ന് വ്യാപകമായി നോട്ടീസ് ലഭിച്ചതോടെയാണ് ക്രമക്കേട് പുറത്തായത്. ഓഡിറ്റ് ചെയ്തവർ വിളിച്ചിട്ട് സംസാരിക്കുമ്പോൾ നമ്മളിത് അറിയുന്നത്. ഇങ്ങനെ ഒരാൾക്ക് എൻ്റെ പേരിൽ ഇപ്പം 3.5 ലക്ഷം രൂപ ലോൺ ഉണ്ട് എന്ന് പറഞ്ഞാൽ ലെറ്റർ വന്നത്. ഇത് ഞാനത് ഒരു ബന്ധുവില്ല, നമുക്ക് അറിയുന്നില്ല, ആർക്കൊന്നും അറിയുന്നില്ല. ഇത് വൻ വീഴ്ചയാണ്. ഇതിൻ്റെ ഉള്ളിൽ ആരൊക്കെ ഉണ്ട് എന്തെന്നുള്ളത് അറിയാനിരിക്കുന്നേ ഉള്ളൂ. വൻതുകയുടെ തിരിമറി നടന്നുവെന്നാണ് പ്രാഥമിക വിലയിരുത്തൽ. നിരവധി ഇടപാടുകാരുടെ പേരിൽ 3 ലക്ഷം രൂപ മുതൽ 8 ലക്ഷം രൂപ വരെയുള്ള വായ്പാ രേഖകൾ കൃത്രിമമായി ചമച്ചുവെന്ന് നിഗമനം. ഇതിൽ ഈ ഭരണസമിതി അംഗങ്ങൾ അറിയാതെ ലോൺ പാസ്സാവില്ലല്ലോ. അപ്പോൾ ഈ ഡെപ്പോസിറ്റാർ പൈസ എവിടെ പോയി, എന്നുവെച്ചാൽ ഈ വലിയ പൈസ എവിടെ പോയി എന്നറിയുന്നില്ലല്ലോ. ഈ ഭരണസമിതി അംഗങ്ങൾ ബോഡി മീറ്റിംഗ് അതിൽ നടത്തുന്നുണ്ടല്ലോ. അപ്പം അന്നേരം ഇവരൊന്നും അന്വേഷിച്ചിട്ടില്ലേ? അല്ല ഇതിനെക്കുറിച്ചൊന്നും അവർക്ക് അറിവില്ലാത്തതുകൊണ്ടല്ല എല്ലാവരും കൂടിയിട്ട് കണ്ണു കൊത്തുന്നതാണെന്ന് പറയാൻ പറ്റില്ല. പോലീസിനും സഹകരണ സംഘം സീനിയർ ഇൻസ്പെക്ടർക്കും ഇടപാടുകാർ പരാതി നൽകിയിട്ടുണ്ട്. ബോർഡ് മീറ്റിംഗ് കൂടാണ്ട് ഈ ലോൺ പാസ്സാക്കാൻ കഴിയില്ല. ഇതങ്ങനെ സംഭവിച്ചിട്ടുണ്ടെന്ന് കൃത്യമായിട്ട് അറിയില്ല. എല്ലാവരും 3 ലക്ഷം ഇട്ടേ മൊത്തത്തിൽ ഇവിടെ മെമ്പർമായ ആളെ പേരിലെല്ലാം 3 ലക്ഷം ഉണ്ട്. അത് ആരൊക്കെ ഒഴിവായിട്ടുണ്ടോ എന്ന് തന്നെ നോക്കേണ്ടത്. പണം തിരികെ ലഭിക്കാതെ നിക്ഷേപകരും കുരുക്കിൽ. നിക്ഷേപത്തുക പിൻവലിക്കുന്നതിലെ ഉറപ്പുകൾ പാലിക്കപ്പെട്ടില്ല. തിരിമറി ബോധ്യപ്പെട്ടിട്ടുണ്ടെന്നും നിക്ഷേപകർക്ക് പണം നഷ്ടമാകില്ലെന്നുമാണ് സഹകരണ സംഘം ഭരണസമിതിയുടെ വിശദീകരണം. പ്രാദേശിക സമ്പദ്ഘടനയുടെ നട്ടെല്ലാകേണ്ട സഹകരണ സംഘങ്ങളിൽ നിന്ന് ആവർത്തിച്ചാവർത്തിച്ചു പുറത്തുവരുന്ന തട്ടിപ്പ് കഥകൾ ആശ്വാസ്യമല്ല. കണ്ണൂർ ആയിക്കരയിലേത് പാവപ്പെട്ട മത്സ്യത്തൊഴിലാളികളുടെ പേരിലുള്ള ക്രമക്കേടും തട്ടിപ്പുമാണ്. നടപടിക്ക് കാലവിളംബം പാടില്ല. സജോ ദേവസ്യാം, 24 കണ്ണൂർ. പൊതുജനം കഴുതയല്ല സാർ. റോഡ് അപകടങ്ങൾ വർദ്ധിച്ചു വരുന്ന പശ്ചാത്തലത്തിൽ അബ്ദുള്ള പറയുന്നുണ്ട്, എല്ലാവരോടും പറയാനുള്ളത് കാൽനടയാത്രക്കാർ റോഡിന്റെ വലതുവശത്ത് കൂടി നടക്കാൻ ശ്രമിക്കണമെന്നുള്ളതാണ്. റോഡിലൂടെ നടന്നുപോയ ഒരു കുട്ടിയെ വാഹനം ഇടിച്ചു തെറിപ്പിച്ചു എന്നുള്ള വാർത്ത ഇന്ന് വന്നിരുന്നു. ആ പശ്ചാത്തലത്തിൽ കൂടിയാണ് അബ്ദുള്ളയുടെ പ്രതികരണം വരുന്നത്. അതോട് ഒപ്പം തന്നെ പവിത്രൻ പാതിരെപ്പറ്റി പറയുന്നുണ്ട്, ലോൺ എടുക്കാത്തവർക്ക് തിരിച്ചടയ്ക്കാനുള്ള നോട്ടീസ് എന്തൊക്കെയാണ് ഇവിടെ നടക്കുന്നത് എന്ന് അദ്ദേഹം ആ റിപ്പോർട്ട് കണ്ട് ചോദിക്കുന്നുണ്ട്. അതോടൊപ്പം തന്നെ ആശ പറയുന്ന ഓരോ ദിവസവും എത്ര ആക്സിഡന്റ് കേസുകളാണ്, എത്ര പേരാണ് റോഡിൽ പൊലിയുന്നത് എന്നാണ് അവർ പ്രകടിപ്പിക്കുന്ന ആശങ്ക. ഇടവേളയ്ക്ക് മുൻപ് സൂചിപ്പിച്ച വാർത്തയുടെ വിശദാംശങ്ങളിലേക്കാണ് ഇനി. സംസ്ഥാന സ്കൂൾ കലോത്സവത്തോടനുബന്ധിച്ച് മത്സരവേദികളായും താമസ സൗകര്യത്തിനുമായി തിരഞ്ഞെടുത്ത സ്കൂളുകൾക്ക് അവധി പ്രഖ്യാപിച്ചു. ഈ മാസം 8 വരെയാണ് അവധി നൽകിയിരിക്കുന്നത്. ഉമേഷ് ബാലകൃഷ്ണൻ, തിരുവനന്തപുരത്ത്. ഉമേഷ്, വിവരങ്ങൾ. 28-ാം തീയതി വരെയാണ് ഇപ്പോൾ അവധി പ്രഖ്യാപിച്ചിട്ടുള്ളത്. തിരുവനന്തപുരം നഗരത്തിലെ ഏകദേശം 40-ലധികം സ്കൂളുകൾക്കാണ് അവധി. അതായത് 28 സ്കൂളുകളിലാണ് ഈ കലോത്സവത്തിനെത്തുന്ന വിദ്യാർത്ഥികൾക്കുള്ള താമസ സൗകര്യം ഒരുക്കിയിരിക്കുന്നത്. 25 വേദികളിൽ 18-ലധികം വേദികളും സ്കൂളിൽ തന്നെയാണ്. ആ രീതിയിലാണ് ഇത്തരത്തിൽ സ്കൂളുകൾക്ക് അവധി പ്രഖ്യാപിക്കാൻ തീരുമാനിച്ചിരിക്കുന്നത്. നാളെ ഞായറാഴ്ച കഴിഞ്ഞാൽ നാളെ സ്കൂളുകൾ തുറക്കേണ്ടതാണ്. ഈ സാഹചര്യത്തിലാണ് വിദ്യാഭ്യാസ വകുപ്പ് ഇപ്പോൾ അവധി പ്രഖ്യാപിച്ചിരിക്കുന്നത്. ഉമേഷ് ബാലകൃഷ്ണനാണ് തിരുവനന്തപുരത്ത് നിന്ന് വിവരങ്ങൾ നൽകിയത്. ഇനി 24-ന്റെ ഒരു പ്രത്യേക ക്യാമ്പയിനിലേക്കാണ്. സൈബർ ബലിയാടുകൾ. സൈബർ ഇടങ്ങളിൽ ആക്രമണങ്ങൾ സ്ഥിരം സംഭവമായി കൊണ്ടിരിക്കുകയാണ്. മുഖവും നട്ടെല്ലുമില്ലാത്ത ഭീരുക്കളാണ് സൈബർ ആക്രമണങ്ങൾക്ക് പിന്നിൽ എന്ന് ഹൈക്കോടതി മുൻ ജഡ്ജി ജസ്റ്റിസ് പി കമാൽ പാഷ. ഭരിക്കുന്ന പാർട്ടിക്കെതിരെ വസ്തുതകൾ പറയുമ്പോഴാണ് സൈബർ അണികളുടെ വിമർശനം ഉണ്ടാകുന്നത് എന്നും ബി കമാൽ പാഷ വിമർശിച്ചു. ധൈര്യമില്ലാത്ത, മുഖമില്ലാത്ത, നട്ടലില്ലാത്ത ആളുകളാണ് സൈബർ അധിക്ഷേപം നടത്തുന്നതെന്ന് വിരമിച്ച ഹൈക്കോടതി ജഡ്ജി ജസ്റ്റിസ് കമാൽ പാഷ പറഞ്ഞു. ധൈര്യമില്ലാത്തവന്മാരാണ് ഈ ചെയ്യുന്നത്. കാരണം ഇവന് നട്ടലുള്ളവനാണെങ്കിൽ നേരിട്ട് വന്ന് ചോദിക്കാം. അപ്പോൾ അതിന് പ്രശ്നം അങ്ങനെ വരത്തില്ല. അങ്ങനെ ഇല്ലാതെ ഒന്നുകിൽ ഫോൺ വഴി അല്ലെങ്കിൽ ഇതേപോലെ എഴുതി അങ്ങ് വിടും.
ഹൈക്കോടതി ജഡ്ജിയായി ജോലി ചെയ്യുമ്പോഴും വിരമിച്ച ശേഷവും കടുത്ത സൈബർ അധിക്ഷേപത്തിന് താൻ ഇരയാകുന്നുണ്ട്. താൻ ഇതൊന്നും വകവെക്കുന്നില്ല. എതിർക്കുന്നവരെ അസഭ്യം പറയാൻ വേണ്ടി ചില രാഷ്ട്രീയ പാർട്ടികൾ പണം നൽകി നൂറുകണക്കിന് ആളുകളെ നിയമിച്ചിട്ടുണ്ട് എന്നും കമാൽ പാഷ പറയുന്നു. പ്രത്യേകിച്ച് ഒരു മേജർ പൊളിറ്റിക്കൽ പാർട്ടി, ഞാൻ ആരെ പേരൊന്നും എടുത്ത് പറയുന്നില്ല, അവരാണെന്നുണ്ടെങ്കിൽ ഏതാണ്ട് 100 പേരെ കണ്ട് ഇതിനെ അപ്പോയിൻ്റ് ചെയ്ത് റെഡിയാക്കി വെച്ചിട്ടുണ്ട്. കൈ പണമുണ്ടല്ലോ, അപ്പോൾ ചെയ്യാം. ഇതിനു വേണ്ടി മാത്രം, ഈ തെറി വിളിക്കാനായിട്ട് മാത്രം ഉള്ള, ഈ സൈബർ ബുള്ളിങ് നടത്താൻ വേണ്ടി മാത്രമുള്ള ആളുകളെ ഒരു ഗ്രൂപ്പിനെ തന്നെ മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ട് അവർ. വിമർശനമില്ലെങ്കിൽ ജനാധിപത്യം മരിക്കുമെന്ന് മനസ്സിലാക്കാത്തവർ രാഷ്ട്രീയക്കാരാണോ എന്നും തുതിപാഠകരെ മാത്രം മതി ഇപ്പോഴത്തെ ഒരു വിഭാഗം രാഷ്ട്രീയക്കാർക്കെന്നും കമാൽ പാഷ പറഞ്ഞു. സ്തുതിപാഠകരെ മാത്രം അവർക്ക് മതി. അവരെ സ്തുതിഗീതം പാടുന്നവരെയൊക്കെ അവർ സംരക്ഷിക്കും, ഇല്ലെങ്കിൽ കുഴപ്പമാണ്. ആരോഗ്യപരമായി വിമർശനം നടത്തിയപ്പോൾ തന്റെ സെക്യൂരിറ്റിയെ സർക്കാർ പിൻവലിച്ചു. കമാൽ പാഷ ഈ ക്രിട്ടിസൈസ് ചെയ്തുകൊണ്ട് അന്ന് എൻ്റെ സെക്യൂരിറ്റിയൊക്കെ വിഡ്രോ ചെയ്ത്, Y+ കാറ്റഗറിയിലുള്ളവനായിരുന്നു ഞാൻ. എൻ്റെ സെക്യൂരിറ്റി വിഡ്രോ ചെയ്തു. പക്ഷേ എനിക്ക് പ്രശ്നമൊന്നുമില്ല. കാരണം ഇത്ര നാൾ ജീവിച്ചിരിക്കാമെന്നൊന്നും ഞാൻ എങ്ങനെ എഴുതി കൊടുത്തിട്ടില്ല. അതുകൊണ്ടാണ് ഇങ്ങനെയൊക്കെ എപ്പോഴും പറയുന്നത് ധൈര്യമായിട്ട്. സാധാരണക്കാർ മുഖമില്ലാത്തവനെതിരെ പരാതിയുമായി എങ്ങനെ മുന്നോട്ടു പോകും? നിലവിലെ സാഹചര്യങ്ങൾ പരിധി വിട്ടു പോവുകയാണ് എന്നും നടപടികൾ ഉണ്ടായില്ല എങ്കിൽ ആളുകൾ സോഷ്യൽ മീഡിയയെ വെറുത്തു തുടങ്ങുമെന്നും കമാൽ പാഷ പറയുന്നു. ചെല്ലും ചെലവും കൊടുത്ത് പാലൂട്ടി വളർത്തിയ സൈബർ ക്രിമിനലുകളെ നിയന്ത്രിക്കാൻ രാഷ്ട്രീയ നേതൃത്വങ്ങൾക്ക് പോലും കഴിയാത്ത സ്ഥിതിയാണുള്ളത്. ഇത്തരം ക്രിമിനൽ കൂട്ടങ്ങളെ ആര് നിയന്ത്രിക്കുമെന്ന ചോദ്യമാണ് ഉയരുന്നത്. എസ് ശ്യാംകുമാർ, 24, കൊച്ചി. നടി ഹണി റോസിന്റെ ഒരു FB പോസ്റ്റ് ഉണ്ടായിരുന്നു. ദ്വയാർത്ഥ പ്രയോഗങ്ങളിലൂടെ ഒരാൾ അപമാനിക്കുന്നുവെന്നായിരുന്നു ഹണി റോസിന്റെ ഫേസ്ബുക്ക് പോസ്റ്റ്. ഈ ഫേസ്ബുക്ക് പോസ്റ്റിന് താഴെ മോശം കമന്റ് ഇട്ടവർക്കെതിരെ ഇപ്പോൾ നടി പരാതി നൽകിയിരിക്കുകയാണ്. വിശദാംശങ്ങളുമായി ആൻമരിയ സണ്ണി കൊച്ചിയിൽ നിന്ന് ചേരുന്നുണ്ട്. ആൻമരിയ, വിവരങ്ങൾ എന്തൊക്കെയാണ്? ഇന്നാണ് തുടർച്ചയായി പുറകിൽ നടന്ന ദ്വയാർത്ഥ പ്രയോഗങ്ങളിലൂടെ ഒരു വ്യക്തി മനഃപൂർവ്വം തന്നെ അപമാനിക്കുന്നുവെന്ന് ചൂണ്ടിക്കാട്ടി ഹണി റോസ് ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് ഇട്ടത്. ഒരു ചടങ്ങിൽ വിളിച്ചപ്പോൾ പോകാൻ വിസമ്മതിച്ചതാണ് തുടർച്ചയായി അപമാനിക്കാൻ ശ്രമിക്കുന്നതെന്നും നടി ഇതിനകത്ത് വ്യക്തമാക്കുന്നുണ്ടായിരുന്നു. തന്റെ പേര് വലിച്ചെടുത്ത് സ്ത്രീത്വത്തെ അപമാനിക്കുന്ന കമന്റുകൾ പറയുകയാണ്. സാധാരണയായി ഇത്തരം കമന്റുകൾ അവഗണിക്കാറാണ് പതിവ്. പക്ഷേ ഇത് സ്ഥിരമാവുകയാണ്. താൻ എന്ത് ചെയ്തിട്ടുണ്ടെങ്കിലും അതിന്റെ താഴെ ഇത്തരത്തിലുള്ള ഒരു മോശം കമന്റുകൾ വരികയാണ് എന്ന ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ഹണി റോസ് 24നോട് തന്നെ പങ്കുവയ്ക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. ഫേസ്ബുക്ക് പോസ്റ്റിലും ഇത് കുറിച്ചിട്ടുണ്ടായിരുന്നു. തുടർന്ന് ഈ ഫേസ്ബുക്ക് പോസ്റ്റിന്റെ താഴെ, അതായത് ദ്വയാർത്ഥ പ്രയോഗങ്ങളിലൂടെ ഒരാൾ തന്നെ അപമാനിക്കുന്നു എന്ന് ചൂണ്ടിക്കാട്ടി നടി കാണിച്ച ഈ ഫേസ്ബുക്ക് പോസ്റ്റിന് താഴെ തന്നെയാണ് മോശം കമന്റുകളുമായി നിരവധി ആളുകൾ രംഗത്തെത്തിയത്. ഈ മോശം കമന്റുകൾക്കെതിരെയാണ് ഇപ്പോൾ ഹണി റോസ് പോലീസിൽ പരാതി നൽകിയിരിക്കുന്നത്. സെൻട്രൽ പോലീസിലാണ് പരാതി നൽകിയിരിക്കുന്നത്. എന്തായാലും നിയമപരമായി മുന്നോട്ട് പോകാൻ തന്നെയാണ് ഹണി റോസിന്റെ തീരുമാനം. ഉന്മേഷ്. ആൻമരിയ സണ്ണിയാണ് വിവരങ്ങൾ നൽകിയത്. കണ്ണൻ പറയുന്നുണ്ട്, സൈബർ നിയമങ്ങൾ ഇവിടെ സ്ട്രോങ് അല്ല, ശിക്ഷയും കുറവാണ് എന്നതാണ് വാസ്തവം എന്ന് പറയുന്നുണ്ട്. അതുകൊണ്ടാണ് ഇത്തരത്തിലുള്ള സംഭവങ്ങൾ പെരുകുന്നതെന്നാണ് അദ്ദേഹം പറയുന്നത്. നമ്മൾ മലപ്പുറം എടക്കരയിലേക്ക് പോകുന്നു. അവിടെ ഒഴുക്കിൽപ്പെട്ട് 10 വയസ്സുകാരൻ മരിച്ചു എന്ന റിപ്പോർട്ട് വരുന്നുണ്ട്. നരോക്കാവ് സ്വദേശി വിജേഷിന്റെ മകൻ ജോഫിനാണ് മരിച്ചത്. പുഴയിൽ കുളിക്കുമ്പോഴാണ് ഈ സംഭവം ഉണ്ടായത്. വിശദാംശങ്ങളുമായി വിപിൻ സി വിജയൻ ചേരുന്നുണ്ട് ഇപ്പോൾ മലപ്പുറത്ത് നിന്ന്. വിപിൻ, വിവരങ്ങൾ എന്തൊക്കെയാണ്? ഉന്മേഷ്, നിലമ്പൂർ കലക്കൻ പുഴയിൽ പിതാവിനും ജ്യേഷ്ഠനുമൊപ്പം കുളിക്കാനിറങ്ങിയ 12 വയസ്സുകാരനാണ് ഇപ്പോൾ കലക്കൻ പുഴയിൽ മുങ്ങി മരിച്ചിരിക്കുന്നത്. നരിവാലമുണ്ട നായ്ക്കൻ കുളിയിലെ കുന്നത്ത് വിജേഷിന്റെ മകൻ ജോഫിൻ വിജേഷാണ് തോണിക്കടവിൽ ഇന്ന് 5 മണിയോടെ മുങ്ങി മരിച്ചത്. സഹോദരൻ ഈ ജോഫിനെ രക്ഷപ്പെടുത്താനൊരു ശ്രമം നടത്തിയിരുന്നു. പക്ഷേ ആ ശ്രമിക്കുന്നതിനിടയിൽ സഹോദരനും കുഴിയിൽ പോയി. പക്ഷേ അവിടുന്ന് രക്ഷപ്പെട്ടു. കുട്ടികൾ പുഴയിൽ മുങ്ങിത്താഴുന്നത് കണ്ടതോടെ പിതാവ് വിജേഷ് ഒച്ചവെച്ച നാട്ടുകാരെ വിവരം അറിയിക്കുകയായിരുന്നു. അങ്ങനെ നാട്ടുകാരെത്തി കുട്ടികളെ പുഴയിലെ ഈ പുഴയിൽ നിന്ന് മുങ്ങിയെടുത്ത് നിലമ്പൂർ ജില്ലാ ആശുപത്രിയിലേക്ക് എത്തിച്ചു. പക്ഷേ അപ്പോഴേക്കും ജോഫിന്റെ ജീവൻ രക്ഷിക്കാനായില്ല. ഇപ്പോൾ ജില്ലാ ആശുപത്രിയിലാണ് മൃതദേഹമുള്ളത്. ഉന്മേഷ്. വിപിൻ സി വിജയനാണ് വിവരങ്ങൾ നൽകിയത്. അടുത്ത വാർത്ത എറണാകുളത്ത് നിന്ന് വരുന്നുണ്ട്. എറണാകുളത്ത് രാമമംഗലം പുഴയിൽ 2 യുവാക്കൾ ഒഴുക്കിൽപ്പെട്ടു എന്നുള്ള വാർത്ത. ഒരാളെ രക്ഷിച്ചു, ഒരാൾക്കായി ഇപ്പോഴും തിരച്ചിൽ തുടരുകയാണ്. ആൻമരിയ സണ്ണിയാണ് വിശദാംശങ്ങളുമായി ഇപ്പോൾ കൊച്ചിയിൽ നിന്ന് ചേരുന്നത്. ആൻമരിയ, വിവരങ്ങൾ. ഇന്ന് ഉച്ചയ്ക്ക് ശേഷം ഒരു 3:30 അപകടം ഉണ്ടാക്കുന്നത്. രാമമംഗലം പുഴയിൽ 2 യുവാക്കളാണ് അപകടത്തിൽപ്പെട്ടത്. ഇതിലൊരു യുവാവിനെ അവിടെയുള്ള ആളുകൾ തന്നെ രക്ഷിച്ചിരുന്നു. പക്ഷേ ഒരാളെ ഇപ്പോഴും കാണാതായിട്ടുണ്ട്. ഫയർഫോഴ്സും അടുത്തുള്ള നാട്ടുകാരും ചേർന്ന് ഇപ്പോൾ ആ വ്യക്തിക്ക് വേണ്ടിയിട്ടുള്ള റാഫി മുഹമ്മദ് എന്ന യുവാവിന് വേണ്ടിയിട്ടുള്ള തെരച്ചിൽ ആരംഭിച്ചിരിക്കുകയാണ്. മണിക്കൂറുകൾ പിന്നിടുകയാണ്. ഈ പുഴയിൽ അത്യാവശ്യം നല്ല രീതിയിൽ അടിയൊഴുക്കുള്ളതാണ്. ഈ മൂവാറ്റുപുഴ ആറിനോട് ചേർന്നാണ് ഈ ഭാഗം. എറണാകുളം 2 പേരും എറണാകുളം സ്വദേശികളാണ്. റാഫി മുഹമ്മദ് രാമമംഗലത്തുള്ള ബന്ധുവിന്റെ വീട്ടിൽ ചെന്നതായിരുന്നു. പിന്നീട് ഉച്ചയ്ക്ക് ശേഷം ഇവർ ചൂണ്ടയിടുന്നതിന് വേണ്ടിയിട്ട് ഈ ചെക്ക് ഡാമിന്റെ ഭാഗത്തായിട്ട് എത്തുമ്പോഴാണ് അപകടം ഉണ്ടാകുന്നത്. എന്തായാലും ഈ റാഫി മുഹമ്മദിന് വേണ്ടിയിട്ടുള്ള തിരച്ചിൽ ആരംഭിച്ചിട്ടുണ്ട്. ഉന്മേഷ്. ആൻമരിയ സണ്ണി, കൊച്ചിയിൽ നിന്ന്.
അടുത്തൊരു റിപ്പോർട്ടിലേക്ക് നമ്മൾ കടക്കുന്നു. നമ്മുടെ നാട്ടിൽ വികസന പ്രവർത്തനങ്ങൾ നടക്കുന്നത് ജനങ്ങൾക്ക് ഉപകാരപ്രദമാവാനാണ്. എന്നാൽ അശാസ്ത്രീയമായ വികസനങ്ങൾ മൂലം ജനങ്ങൾ പൊറുതിമുട്ടിയാലോ? കാസർഗോഡ് കുമ്പള ടൗണിലെത്തുന്ന ആളുകളുടെ അവസ്ഥ സമാനമാണ്. ആവശ്യത്തിന് സ്ഥലമുണ്ടെങ്കിലും അശാസ്ത്രീയമായ വികസനം മൂലം നഗരത്തിലെത്തുന്നവർക്ക് വഴി നടക്കാൻ കഴിയാത്ത സ്ഥിതിയാണ്. വികസനം വേണം, പക്ഷേ അത് അശാസ്ത്രീയമായി നടപ്പിലാക്കിയാലോ? അത്തരമൊരു പ്രതിസന്ധിയിലാണ് കുമ്പള നഗരം. നാടൻ ഭാഷയിൽ പറഞ്ഞാൽ ഒരു ഫുട്ബോൾ കളിക്കാനുള്ള സ്ഥലമൊക്കെയുണ്ട്. പക്ഷേ കാൽനട യാത്രക്കാർക്ക് സഞ്ചരിക്കാനോ ഓട്ടോറിക്ഷകൾ പാർക്ക് ചെയ്യാനോ ഇവിടെ മാർഗങ്ങളില്ല. കുമ്പള നഗരത്തിലെ കാഴ്ചകളാണ്. വികസനത്തിന് ഇഷ്ടം പോലെ സ്ഥലങ്ങൾ, പക്ഷേ എങ്ങും അശാസ്ത്രീയമായ വികസനം. നടപ്പാതകളൊക്കെ സമീപത്തെ കടകൾ കൈയടക്കിയിരിക്കുന്നു. എല്ലായിടത്തും അനധികൃത പാർക്കിംഗ്. കോടിക്കണക്കിന് രൂപ ചെലവഴിച്ച് ടൗൺ വികസനം നടത്തിയെങ്കിലും ഒന്നും ജനോപകാരപ്രദമല്ല. അധികാര ദുർവിനിയോഗവും വ്യക്തി താൽപ്പര്യങ്ങളും എങ്ങും നിഴലിച്ചു കാണാം. വ്യാപാരികളോട് പഞ്ചായത്ത് ശബ്ദിക്കില്ല. കാരണം എന്താണെന്നറിയോ? മഴ വേണമെങ്കിൽ മഴയും കൊള്ളാം, വെയിൽ വേണം വെയിലും കൊള്ളാം ഈ ബസ് സ്റ്റാൻഡിൽ. കാരണം ഷോപ്പുകാരുന്ന് പൈസ പിരിച്ചിട്ടാണ് ഈ ഷെഡ് ഉണ്ടാക്കിയിരിക്കുന്നത്, പഞ്ചായത്ത് ഉണ്ടാക്കിയിരിക്കുന്നതല്ല. വ്യാപാരികൾ എന്ത് പ്രശ്നം ഉന്നയിച്ചാലും 5 മിനിറ്റ് കൊണ്ട് ഒരു ജനറൽ ബോഡി വിളിച്ചിട്ട് പരിഹരിക്കും. ഓട്ടോക്കാർ എന്ത് പരാതി പറഞ്ഞിട്ടും ഒരു പരിഗണന ഞങ്ങൾക്ക് തരുന്നില്ല. കഴിഞ്ഞ 2 വർഷമായിട്ട് KSTPൻ്റെ റോഡ് പണി തുടങ്ങിയതിന് ശേഷം നമ്മൾക്ക് ഓട്ടോ സ്റ്റാൻഡ് പൂർണ്ണമായി നഷ്ടപ്പെടുകയാണ് ചെയ്തത്. ഏകദേശം 250ഓളം ഓട്ടോ ഉണ്ട്. അപ്പോൾ 250ഓളം ഓട്ടോയിൽ നമുക്ക് സ്റ്റാൻഡിനിപ്പം ഒരു 100-150 ഓട്ടോ വെക്കാനുള്ള സ്ഥലം മാത്രമാണ് ഇപ്പോൾ പഞ്ചായത്ത് അനുവദിച്ചിട്ടുള്ളത്. അതുമാത്രമല്ല, എല്ലാ സ്ഥലത്തുള്ള പോലെ നമ്മൾക്കത് അംഗീകരിച്ചിട്ട് തന്നിട്ടൊന്നുമില്ല. ടൗൺ വികസനത്തിലെ പ്രശ്നങ്ങൾ ചൂണ്ടിക്കാട്ടി നിരവധി തവണ അധികൃതർക്ക് പരാതി നൽകി. പക്ഷേ ഇതിനൊന്നും മറുപടിയില്ലെന്നാണ് ഓട്ടോ ഡ്രൈവർമാരുടെ പരാതി. വാഹനപ്പെരുപ്പം കൂടുതലുള്ള പ്രദേശത്ത് അപകട സാധ്യതയും വർദ്ധിക്കുകയാണ്. നിരന്തരം കാര്യങ്ങൾ ആവശ്യപ്പെട്ടു പോകുന്നത് ഈ ഓട്ടോക്കാർ മാത്രം ഞങ്ങളാണ് പഞ്ചായത്തിലേക്ക് പോകുന്നത്. ഇതിൽ ഞങ്ങൾ എന്തും പറയുമ്പോഴേക്ക് വ്യാപാരികൾ ഞങ്ങൾക്കെതിരായി നിൽക്കും. അതിന് പഞ്ചായത്ത് കൂട്ടായിട്ട് നിൽക്കുന്നുണ്ട്. ഇത്ര വലിയ വികസനമെല്ലാം നടന്നു. അപ്പോൾ ഇത്ര വലിയ ടൗണിൽ ഒരു ടോയ്ലറ്റ് ഉണ്ടായില്ല, പഞ്ചായത്തിനാണെങ്കിൽ ഒരു ടോയ്ലറ്റ് ഇല്ല. നമ്മൾ കുറേ പഞ്ചായത്തിലായിട്ട് പറഞ്ഞിട്ടുണ്ട്, അതിന് ഒരു ശ്രദ്ധ എടുക്കുന്നില്ല. ഓട്ടോ സ്റ്റാൻഡിന് സൗകര്യം ചെയ്ത് കൊടുക്കേണ്ടതാണ്. ഈ ബിൽഡിങ്ങിലേക്ക് തന്നെ ഒരു കസ്റ്റമർ വരാൻ വേണ്ടിയിട്ട് പറ്റുന്നില്ല. ഓട്ടോയാണ് മൊത്തത്തിൽ. കേരള ബാങ്കാണ് ഇതിന് മുകളിൽ സ്ഥിതി ചെയ്യുന്നത്. ഒരു പെൻഷൻ വേണ്ടിയിട്ട് ഒരാൾക്ക് പോകാൻ വേണ്ടി പറ്റുന്നില്ല ബാങ്കിൽ. ടൗണിലെ നടപ്പാതകൾ കയ്യേറിയവർക്കെതിരെ നടപടി സ്വീകരിക്കുന്നില്ലെന്നും പരാതിയുണ്ട്. ബസ്സുകളുടെ പാർക്കിംഗ്, ടാക്സി, ഓട്ടോ പാർക്കിംഗ് എന്നിവയ്ക്കായി സ്ഥിരം സംവിധാനം ഏർപ്പെടുത്തണമെന്ന ആവശ്യത്തിനും പരിഹാരമില്ലെന്ന് നാട്ടുകാർ പറയുന്നു. വികസന പദ്ധതികൾ നടപ്പിലാക്കുമ്പോഴെങ്കിലും അധികൃതർ പക്വത പാലിക്കണം. ഒരു നാടിന് ആവശ്യമായ വികസനമാണ് നടപ്പിലാക്കേണ്ടത്. അല്ലെങ്കിൽ ഭരണകൂടത്തെ ജനങ്ങൾ ഇതുപോലെ കഴിവുകെട്ടവരെന്ന് വിലയിരുത്തും. രജീഷ് കരിവള്ളൂരിനൊപ്പം അരുൺ പാറക്കൽ, 24 കാസർഗോഡ്. പൊതുജനം കഴുതയല്ല സാർ. ഇനി നോക്കാം ഇന്നത്തെ സ്വർണ്ണവില. ഇന്നത്തെ സ്വർണ്ണനിരക്ക് സമർപ്പിക്കുന്നത് സ്പർശ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്. ഫിജിറ്റലാകൂ ഇനി സ്പർശയോടൊപ്പം. അവർ പൊതുജനം കഴുതയില്ല സർ പൂർത്തിയാവുകയാണ്.